നമസ്കാരം. ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്താനുള്ള സർക്കാർ തീരുമാനം വിവാദത്തിൽ. 3000 പ്രതിനിധികളെ പങ്കെടുപ്പിച്ച് അടുത്ത മാസം സംഗമം നടത്താനാണ് സർക്കാർ നീക്കം. ശബരിമലയുടെ പ്രാധാന്യം ലോകത്തെമ്പാടും എത്തിക്കാനും ശബരിമലയെ ഒരു ആഗോള തീർത്ഥാടന കേന്ദ്രമായി ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാനും ലക്ഷ്യമിട്ടുള്ള സംഗമത്തിനെതിരെ ബിജെപിയും ഹൈന്ദവ സംഘടനകളും രംഗത്തു വന്നു. ശബരിമലയിൽ അയ്യപ്പ ഭക്ത സംഗമം നടത്താൻ മന്ത്രിക്ക് എന്ത് അധികാരമാണുള്ളതെന്ന് ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം കുമ്മനം രാജശേഖരൻ ചോദിച്ചു. യുവതീ പ്രവേശനത്തിന് കൂട്ടുനിന്നവർക്ക് ഇപ്പോൾ അയ്യപ്പനോട് തോന്നുന്ന സ്നേഹം ആട്ടിൻ തോലിട്ട ചെന്നായകൾക്ക് തുല്യമാണെന്ന് ഹിന്ദു ഐക്യവേദി വിമർശിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോഴുള്ള സർക്കാരിന്റെ അയ്യപ്പ സ്നേഹത്തിന്റെ ലക്ഷ്യമെന്താണ്? യുവതീ പ്രവേശനം സുവർണാവസരമായി കണ്ടവർ എല്ലാം അയ്യപ്പ സംഗമത്തിനെതിരെ ഒത്തുകൂടുന്നതും സുവർണാവസരം നോക്കിയാണോ? പരിശോധിക്കാം. സ്വാഗതം. ഈ ചർച്ചയിൽ എനിക്കൊപ്പം KU ജനീഷ് കുമാർ MLA CPM-നെ പ്രതിനിധീകരിച്ച്, ശ്രീ രാഹുൽ ഈശ്വർ അയ്യപ്പ ധർമ്മസേനയെ പ്രതിനിധീകരിച്ച്, പിന്റു മഹാദേവ് BJP പ്രതിനിധി, ശ്രീ റോണി K ബേബി കോൺഗ്രസ് പ്രതിനിധി എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ രാഹുൽ ഈശ്വർ, വലിയ വിമർശനം സർക്കാർ അയ്യപ്പ സംഗമം നടത്തുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഉയരുകയാണ്. സർക്കാരിനെ സംശയ നിഴലിൽ നിർത്തുകയാണ് ഈ ആരോപണം ഉന്നയിക്കുന്ന ഹിന്ദു സംഘടനകൾ. അങ്ങനെ ഒരു സംശയം സർക്കാരിൽ ചെലുത്തേണ്ടുന്ന കാര്യമുണ്ടോ? ഇത് അയ്യപ്പനെ ആഗോള തലത്തിൽ ശബരിമല എന്ന ഒരു ക്ഷേത്രത്തെ ആഗോള തലത്തിൽ കൊണ്ടുവരിക, ആഗോള ശ്രദ്ധയാകർഷിക്കുക, ആ ദർശനങ്ങൾ ലോകത്തിന് പരിചിതപ്പെടുത്തുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടുകൂടി നടത്തുന്ന സംഗമമാണ് എന്നത് സർക്കാർ ഇതിനോടകം തന്നെ വിശദീകരിച്ചിട്ടുള്ളതാണ്. അത്തരമൊരു നീക്കത്തെ സംശയദൃഷ്ടിയിൽ നിർത്തേണ്ട, സംശയത്തോടെ കാണേണ്ടുന്ന സാഹചര്യമുണ്ടോ? 2-3 കാര്യങ്ങൾ. ഒന്ന്, സ്വാമി അയ്യപ്പൻ നമ്മുടെ കേരളത്തിൽ ജനിച്ചൊരു ദൈവമാണ്. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് ദശലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാർ വരുന്ന സ്ഥലമാണ്. ഏതൊരു അയ്യപ്പ സംഘവും അങ്ങനെ സർക്കാരോ ദേവസ്വം ബോർഡോ വിളിക്കുന്നത് നല്ലതാണ്, നന്മയുള്ള സ്വാഗതാർഹമായ നടപടിയാണ്. എന്നാൽ അതോടൊപ്പം വിശ്വാസികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന 1-2 കാര്യങ്ങൾ ബഹുമാനപ്പെട്ട ഗവൺമെന്റ്, പ്രത്യേകിച്ച് നമ്മുടെ മുഖ്യമന്ത്രി സഖാവ് ശ്രീ പിണറായി വിജയൻ അവർ അടക്കം അഡ്രസ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. അത് ജനീഷ് കുമാർ MLA സാർ അടക്കം ഇരിപ്പുണ്ട്, അദ്ദേഹത്തിന് അടക്കം ശ്രദ്ധിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ആയിരക്കണക്കിന് ആൾക്കാരുടെ കേസ് പിൻവലിച്ചിട്ടില്ല ഇതുവരെ, ഞാൻ അടക്കമുള്ളവരുടെ കേസ് പിൻവലിച്ചിട്ടില്ല. അപ്പൊ അത്തരം കേസുകൾ പിൻവലിക്കാനുള്ള ഒരു നടപടി എടുക്കാൻ നന്നായിരിക്കും. ഒരു അയ്യപ്പ ഭക്തൻ എന്ന നിലയിൽ ഇപ്പോൾ രാഷ്ട്രീയക്കാർക്ക് അവരുടേതായ അഭിപ്രായം. രാഹുൽ, ഈ രാവിലെയൊക്കെയും പ്രതികരണം തേടുമ്പോൾ കേസ് പിൻവലിക്കുന്ന കാര്യം പറഞ്ഞു. കേസ് ചില അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കേസാണല്ലോ, അത് മറ്റൊരു വശമാണല്ലോ. ഇതിൽ പെടുത്തി ഞങ്ങൾക്കുള്ള കേസൊക്കെ ഒഴിവാക്കി തരൂ എന്ന് ചോദിക്കുന്നത് അയ്യപ്പനോടുള്ള വിശ്വാസക്കുറവായി മാത്രമേ മറ്റു കേൾക്കുന്നവർക്ക് തോന്നൂ. കാരണം അയ്യപ്പന് വേണ്ടി ഒരു പരിപാടി സർക്കാർ സംഘടിപ്പിക്കാൻ പോകുമ്പോൾ അതിനെ എതിർത്തുകൊണ്ട് പറയുകയാണ് ഞങ്ങളുടെ കേസെല്ലാം ഒന്ന് ഒഴിവാക്കി തരുമോ എന്ന്. ഈ വരുന്നവരാരുമേ പ്രൊഫഷണൽ പ്രൊട്ടസ്റ്റേഴ്സ് ഒന്നും അല്ല. നമ്മളെല്ലാം സാധാരണ സ്വാമി അയ്യപ്പന് വേണ്ടി നിരത്തിലിറങ്ങുകയും പ്രതിഷേധിക്കുകയും ചെയ്തതാണ്. ഒരുപക്ഷെ രേണുജിക്ക് ഓർമ്മ കാണും, ഞാനടക്കമുള്ള ഒരുപാട് പേർ ഇറങ്ങിയപ്പോൾ ആദ്യം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നമുക്കെതിരായിരുന്നു. ഒരു രാഷ്ട്രീയ പാർട്ടി അനുകൂലിച്ചില്ല, എല്ലാവരും സുപ്രീം കോടതിയുടെ 4-1 വിധിന്യായത്തെ അനുകൂലിക്കുകയായിരുന്നു. ആദ്യം ഈ വിഷയത്തിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന എന്റെ മുത്തശ്ശി ദേവകി അന്തർജനമാണ്. അന്ന് മുത്തശ്ശിയുടെ പ്രായം 83. രണ്ടാമത് എന്റെ അമ്മ മല്ലികാ നമ്പൂതിരിയാണ്. മൂന്നാമത് ഞാനും പിന്നെ പ്രയാർ ഗോപാലകൃഷ്ണൻ സാറും ഒക്കെയാണ്. ഒരുപാട് പേർ ബുദ്ധിമുട്ടുന്നുണ്ട്. ഒരുപാട് ആദിവാസി അമ്മമാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പം കേസടക്കം ഈ വിശ്വാസി സമൂഹത്തോട് നല്ല ബന്ധത്തിലാണ് പോകാൻ ആഗ്രഹമെങ്കിൽ ഇത്തരം വിഷയങ്ങൾ അഡ്രസ് ചെയ്യണം. ഇലക്ഷൻ വർഷമാണ്, അതിൻ്റെതായ ഇലക്ഷന്റെ ഒരു സബ് ടെക്സ്റ്റ് കാണാം, ഇല്ലെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഇപ്പൊ NSS ആണെങ്കിലും SNDP ആണെങ്കിലും ഏത് ഹൈന്ദവ പ്രസ്ഥാനങ്ങളും സംഘപ്രസ്ഥാനങ്ങളടക്കം മാതാ അമൃതാനന്ദമയി ദേവിയുടെ അവിടുത്തെ ആൾക്കാർ, ശ്രീ രവിശങ്കറിന്റെ അവിടുത്തെ ആൾക്കാരൊക്കെ ഒരുപാട് അവിടെ സേവനവും മറ്റുമൊക്കെ ചെയ്യുന്നുണ്ട്. ഇവരെ എല്ലാവരെയും കൂടി വിളിക്കുകയും കൂടെ വേണം. അതായത് യഥാർത്ഥത്തിൽ ശ്രീ പിണറായി വിജയൻ സഖാവിന്റെ നമുക്ക് എല്ലാം അറിയാം, അദ്ദേഹത്തിന്റെ ഒരു നിലപാടിന്റെ പിടിവാശിയായിരുന്നു യഥാർത്ഥത്തിൽ ശബരിമല യുവതികളെ കയറ്റാൻ കാരണമായത്. CPM-ൽ തന്നെയുള്ള പല മുതിർന്ന നേതാക്കളും ഇതിനോട് എതിരഭിപ്രായം ഉണ്ടായിരുന്നു. പേരെടുത്ത് പറയാം, ഇനിയും പറയാമല്ലോ. നമ്മുടെ പത്മകുമാർ സാർ അടക്കം, CPM-ലെ പത്തനംതിട്ടയിലെ വളരെ മുതിർന്ന പത്മകുമാർ സാർ അടക്കം ഇതിനോട് എതിർത്തിരുന്നു, ഞങ്ങളെ അടക്കം സപ്പോർട്ട് ചെയ്തിരുന്നു. പോലീസിലെ വലിയൊരു വിഭാഗം ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിരുന്നു. സുപ്രീം കോടതിയുടെ വിധിയാണ് അതിന്റെ ഗ്രാവിറ്റി മനസ്സിലാക്കുന്നു. അപ്പം വിശ്വാസ സമൂഹവുമായി പുതിയൊരു തുടക്കം ആയിരിക്കുമല്ലോ അവർ ഉദ്ദേശിക്കുന്നത്. ഇതിനെ പിന്നെ 778 കോടിയുടെ വികസന പദ്ധതികൾ വരുന്നു എന്ന് പറയുന്നു. ആഗോള അയ്യപ്പ സംഘവും വിളിക്കുമ്പോൾ വിശ്വാസികളെ പോസിറ്റീവായി വിശ്വാസം എടുക്കുകയല്ലേ പറയുന്നതാണ്. ശബരിമലയെ വേൾഡ് വൈഡ് ആയിട്ട് ബ്രാൻഡ് ചെയ്യണമെന്നൊക്കെ നല്ല കാര്യം, അങ്ങനെ ഉണ്ടെങ്കിൽ വളരെ നല്ല കാര്യം തന്നെയാണ്. എന്നാലും വിശ്വാസി സമൂഹത്തോട് പുതിയൊരു തുടക്കമല്ലേ കേരളത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടിയായ CPM ആഗ്രഹിക്കുന്നത്. രാഹുൽ ഇപ്പോൾ പറഞ്ഞത് ചില നിർദ്ദേശങ്ങളാണ്. എന്ന് വെച്ചാൽ സർക്കാർ ഈ ആഗോള സംഗമവുമായി മുന്നോട്ട് പോകുമ്പോൾ സർക്കാരിന് ഇതും ഒക്കെ കൂടി ചെയ്യാം, ഞങ്ങളുടെ കേസ് ഒഴിവാക്കാം, ഇന്ന കാര്യങ്ങൾ കൂടി ചെയ്യാം, അത് ചില നിർദ്ദേശങ്ങളാണ്. ഞാൻ ചോദിച്ചത് അതല്ല.
ചിലർ സർക്കാരിനെ സംശയ നിഴലിൽ നിർത്തുകയാണ്. സർക്കാരിന് എന്ത് അധികാരം ഇങ്ങനെ ഒരു സംഗമം സംഘടിപ്പിക്കാൻ എന്ന് ചോദിക്കുകയാണ്. ആട്ടിൻ തോലിട്ട ചെന്നായി ആ സ്വഭാവമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഈ സംഗമം വിളിക്കുന്നതിലൂടെ മനസ്സിലാകുന്നതെന്ന് പറയാണ്. അങ്ങനെ ഇതിനെ വിമർശിക്കാനുള്ള എന്തെങ്കിലും അടിസ്ഥാനം ഉണ്ടോ എന്നതാണ് ഞാൻ ചോദിച്ചത്. അല്ല, അങ്ങനെയല്ല. അത് രാഷ്ട്രീയക്കാരുടേതായ നിലപാട് കാണും. പക്ഷെ കുമ്മനം ചേട്ടനെ പോലെ ഒരാൾ പറയുമ്പോൾ ബഹുമാനപ്പെട്ട സർക്കാർ അത് സീരിയസ് ആയിട്ട് എടുക്കണം. കാരണം കുമ്മനം ചേട്ടന്റെ ഫസ്റ്റ് ഐഡന്റിറ്റി ഒരു ഹിന്ദു വിശ്വാസിയോ അയ്യപ്പ ഭക്തൻ എന്നുള്ളതാണ്. അതിനുശേഷമായി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം വരും. മുമ്പ് ജി സുധാകരൻ സാറ് ദേവസ്വം ബിൽ അടക്കം വന്നപ്പോൾ കുമ്മനം ചേട്ടന്റെ അടക്കമുള്ള നിർദ്ദേശങ്ങളെ ബഹുമാനത്തോടെയും മറ്റും പരിഗണിക്കുകയും ചെയ്തു. ശശി തരൂർ സാർ അടക്കം കുമ്മനം ചേട്ടനെ കുറിച്ച് നമുക്കെല്ലാം അറിയാം. കാവി ഇടാത്ത സന്യാസിയാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹം അടക്കം ഒരു വിമർശനം ഉന്നയിക്കുമ്പോൾ അതിനെ അക്കോമഡേറ്റ് ചെയ്യണം. അവിടെയാണ് ഹിന്ദു സംഘടനാ പ്രതിനിധികളെ, സംഘപ്രസ്ഥാനങ്ങളെ, NSSനെ, SNDPയെ, ബാക്കി ഹൈന്ദവ പ്രസ്ഥാനങ്ങളെ, അയ്യപ്പ സേവാ സംഘമുണ്ട്, അയ്യപ്പ സേവാ സമാജമുണ്ട്, ഇവരെല്ലാം ഉണ്ടാവുമെന്ന് അറിയില്ല. അവിടെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടിയിട്ടില്ല. വലിയൊരു ആഗോള അയ്യപ്പ സംഘം നടക്കുമെന്ന് പറയുന്നു. അപ്പൊ നമ്മുടെ സാമുദായിക സംഘടന അയ്യപ്പ ഇവരെ എല്ലാം കൂടി ഉൾപ്പെടുത്തിയുള്ള ഒരു കാര്യമാണ്. അയ്യപ്പ ധർമ്മസേനയ്ക്ക് എന്തായാലും ഇപ്പോൾ സർക്കാർ ഇങ്ങനെ നടത്തുന്ന ഈ മഹാസംഗമത്തിനോട് എതിർപ്പില്ല. രാഹുൽ തന്നെ ആദ്യം ഇതിന്റെ വാർത്ത വന്നപ്പോൾ അതിനെ സ്വാഗതം ചെയ്തതാണ്. ആ നിലപാടിൽ രാഹുൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ, ഡീറ്റെയിൽസ് വേണം. എല്ലാ അയ്യപ്പ ഇപ്പൊ എന്താ ഒരു അയ്യപ്പ ഭക്ത നിലയിൽ ഞാൻ എന്ത് പറയണം? അങ്ങനെ സംഗമം നടത്താൻ പാടില്ലെന്ന് പറയണം. പകരം ചെയ്യേണ്ടത് മറ്റുള്ളവരും അയ്യപ്പ ഭക്തരാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ടാണല്ലോ ഈ രീതിയിലുള്ള അഭിപ്രായം പറയുന്നത്. ഞാൻ അതിലേക്ക് വരാം. രാഹുൽ തുടരുക. പിന്റു മഹാദേവ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ പിന്റു മഹാദേവ്, ഇപ്പോൾ കുമ്മനം രാജശേഖരൻ BJP ദേശീയ നിർവാഹക സമിതി അംഗമാണ്. അപ്പോൾ അദ്ദേഹം രേഖപ്പെടുത്തുന്ന അഭിപ്രായം BJPയുടെ ഒരു അഭിപ്രായമായിട്ട് തന്നെ എടുത്തുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, എന്തുകൊണ്ട് സർക്കാരിന് ഇത്തരം ഒരു സംഗമം നടത്തിക്കൂടാ? അല്ല, ഒരു മതേതര സർക്കാരിന്റെ പണിയല്ലല്ലോ ഈ ഭക്തസംഗമം നടത്തുക എന്നുള്ളത്. സർക്കാരിന് ചെയ്യേണ്ട കാര്യങ്ങൾ ഒരുപാടുണ്ടല്ലോ. ഹിന്ദു സമൂഹത്തിലെ ഭക്തസംഗമം നടത്തേണ്ടത് ഹിന്ദു സംഘടനകളും അല്ലെങ്കിൽ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളാണ്. എല്ലാ മതപരമായ കാര്യങ്ങളിലകത്തും ഈ സർക്കാർ ഇടപെടുന്നത് എന്തിനാ? പ്രത്യേകിച്ച് ശബരിമലയുടെ കാര്യത്തിനകത്ത് സർക്കാർ ഇടപെടുമ്പോൾ തന്നെ അറിയാം അതിനുള്ളിൽ കൃത്യമായിട്ടുള്ള ഉളി അജണ്ടയുണ്ട് എന്നുള്ള കാര്യം. അപ്പോ രാഹുൽ ഈശ്വർ വെള്ളപൂശിക്കൊണ്ട് ഈ സർക്കാരിനൊക്കെ വെള്ളപൂശിക്കൊണ്ട് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ഞാൻ കുറച്ചു കാലം മുമ്പുള്ള രാഹുൽ ഈശ്വറിനെ അന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ കാര്യമൊക്കെയാണ് എന്റെ മനസ്സിനകത്ത് വരുന്നത്. ഇത്രമാത്രം അയ്യപ്പ ഭക്തരെയും ആ പവിത്രമായിട്ടുള്ള സങ്കേതത്തെയും ഇത്ര രീതിയിൽ കളങ്കപ്പെടുത്തിയ മറ്റൊരു സർക്കാർ ഇല്ല. ആ സർക്കാർ ഇപ്പോൾ അവിടെ വന്നിട്ട് ആഗോള ഭക്തസംഗമം നടത്തും എന്ന് പറയുന്നതിന്റെ ഉദ്ദേശശുദ്ധിയൊക്കെ എന്താണെന്ന് കൃത്യമായി ബോധ്യമുള്ളതാണ് കേരളത്തിലെ ജനങ്ങൾ. ഓൾറെഡി അവിടെ നടക്കുന്നത് തന്നെ ആഗോള ഭക്തസംഗമമാണല്ലോ. അപ്പൊ അയ്യപ്പൻ 41 ദിവസത്തെ മണ്ഡലകാലം ആയിക്കോട്ടെ, അവിടേക്കുള്ള എല്ലാ മാസത്തിലുള്ള അയ്യപ്പന്മാരുടെ വരവായിക്കോട്ടെ, അവിടെ വരുന്നത് ആഗോള തലത്തിലുള്ള മുഴുവൻ ഭക്തരുടെയും സംഗമം തന്നെയാണ് ശബരിമല കാലഘട്ടത്തിൽ മണ്ഡലകാലത്ത് നടക്കുന്നത്. അതിനകത്ത് ഒരു പ്രത്യേക സംഗമം നടത്തുമ്പോഴാണ് നമ്മളത് സംശയത്തിൽ ഇടപെടുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമായിട്ട് നമ്മൾ വ്യാഖ്യാനിക്കേണ്ടത്. ഒന്നില്ലെങ്കിൽ ഇതിന്റെ മറവിൽ ശബരിമല അയ്യപ്പനോട് തന്റെ സമസ്ത അപരാധത്തിനും പൊറുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാനുള്ള പിണറായി വിജയന്റെ ഒരു അവസരമായിട്ടായിരിക്കും അദ്ദേഹം ഇതിനെ കാണുന്നത്. അങ്ങനെയാണല്ലോ. ഇപ്പൊ പമ്പയിൽ സ്വാഭാവികമായിട്ട് ഈ സംഗമം നടത്തുന്ന സമയത്ത് എനിക്ക് അവിടെ നടക്കുന്ന അയ്യപ്പനെ ഒന്ന് കാണാം എന്ന് അദ്ദേഹത്തിന്റെ മനസ്സിനകത്ത് വല്ല ആഗ്രഹം ഉണ്ടായിട്ടാണോ ഇപ്പോൾ ഒരു ഭക്തസംഗമം നടത്തുന്നത് ഞങ്ങൾക്കറിയില്ല. ഇതിനകത്ത് വലിയ സാമ്പത്തിക ക്രമക്കേടിനുള്ള ഒരു അവസരം ഉണ്ടാക്കാനുള്ള ഒരു അവസരമായിട്ടാണ് ഈ സർക്കാർ കാണുന്നത്. നേരത്തെ തന്നെ പറഞ്ഞല്ലോ 850 കോടി രൂപയുടെ വികസന പദ്ധതികൾ അവിടെ കൊണ്ടുവരുമെന്ന്. അവിടെ സർക്കാർ സമിതിയിൽ ഒരു വികസന പദ്ധതികളും കൊണ്ടുവരേണ്ടതില്ല. അവിടെ നൊയമ്പ് നോക്കി വരുന്ന അയ്യപ്പ ഭക്തർക്ക് അവരുടെ അവകാശങ്ങൾ അവിടെ ഭക്ത അന്തരീക്ഷത്തിൽ അവിടെ അവർക്ക് സമാധാനത്തോടു കൂടിയിട്ട് അവിടെ പ്രാർത്ഥിക്കാനുള്ള ഒരു അവസരമാണ് സർക്കാർ ഒരുക്കി കൊടുക്കേണ്ടത്. അതിന് പകരം ആഗോള ഭക്തസംഗമം നടത്തുന്നതിന് പിന്നിലെ രാഷ്ട്രീയ അജണ്ട എന്താണെന്ന് നമുക്ക് ബോധ്യമുണ്ടല്ലോ. ഒന്നില്ലെങ്കിൽ അവരുടെ ന്യൂനപക്ഷ പ്രീണനം തെറ്റാണെന്ന് അവർക്ക് മനസ്സിലായി. അവരെ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടുള്ള ഹിന്ദു വോട്ട് ബാങ്ക് തിരിച്ചു പിടിക്കാൻ ഞങ്ങൾ അയ്യപ്പ ഭക്തർക്കൊപ്പം ഉണ്ട് എന്ന് പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയായിരിക്കും ഒരുപക്ഷെ ഇങ്ങനത്തുള്ള സംഗമം നടക്കുന്നത്. അതൊക്കെ ഒരു ഗവൺമെന്റ്, ഒരു മതേതര സർക്കാരിന് ചേർന്ന പരിപാടികൾ. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ താങ്കൾ പറഞ്ഞു പോവുകയാണ്. ഞാൻ ചോദിച്ച ചോദ്യം എന്തുകൊണ്ട് സർക്കാരിന് ഈ സംഗമം നടത്തിക്കൂടാ എന്നതാണ്. താങ്കൾ ഇപ്പോ അവിടെ ഭക്തജനങ്ങൾക്ക് സൗകര്യമില്ല തുടങ്ങി ഒരുപാട് വിഷയങ്ങൾ പറയുകയാണ്. ഞാൻ ചോദിച്ചത് മതനിരപേക്ഷ സർക്കാർ ആയതുകൊണ്ട് സർക്കാരിന് ഇത് നടത്തിക്കൂടാ എന്ന് ഉണ്ടോ? അങ്ങനെ ഒരു നിലപാട് BJP സ്വീകരിക്കുന്നത് എന്തുകൊണ്ടാണ്? എനിക്കത് മനസ്സിലാകുന്നില്ല. കാരണം അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടത്തുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രിയാണ് അവിടെ പ്രധാന പങ്ക് വഹിച്ചത്. അങ്ങനെ ഒരു കേരളം മാത്രമല്ലല്ലോ, നമ്മുടെ രാജ്യവും മതനിരപേക്ഷമാണല്ലോ. ആ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണല്ലോ അയോധ്യയിൽ പ്രതിഷ്ഠ നടത്താൻ പോയത്. അപ്പോ അങ്ങനെ ഒരു ചടങ്ങിൽ പങ്കെടുത്ത പ്രധാനമന്ത്രിയുള്ള ആ രാഷ്ട്രീയ പാർട്ടിയെ പ്രതിനിധീകരിക്കുന്ന താങ്കൾ പറയുന്നു ഇവിടെ സർക്കാരിന് ഒരു സംഗമം നടത്താൻ പറ്റില്ല എന്ന്. അതിന്റെ ലോജിക്ക് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അല്ല അങ്ങ് അത് പറയുന്നതിനകത്ത് പ്രശ്നമുണ്ടല്ലോ.
ഈ സർക്കാർ എന്ന് പറയുന്നത് പിണറായി വിജയന്റെ കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ് മേഡം. അവിടെ ഭരിക്കുന്ന നരേന്ദ്രമോദി, വിശ്വാസിയായ നരേന്ദ്രമോദിക്ക് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ സമയത്ത് അദ്ദേഹം വിശ്വാസിയാണ്, വിശ്വാസി സമൂഹത്തിനൊപ്പം കൂടെ നിൽക്കുന്ന ഒരാളാണ്. വിശ്വാസി സമൂഹത്തെ തകർക്കാൻ ശ്രമിക്കുന്ന പിണറായി വിജയന് ഇത്തരത്തിലൊരു സംഗമം നടക്കുന്ന സമയത്ത് അതൊക്കെ ഞങ്ങളെ ഹിന്ദു സമൂഹത്തെ നന്നാക്കാനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോ മോദിക്ക് എന്തുമാകും, പിണറായി വിജയൻ ഒന്നും പറ്റില്ല എന്നതാണോ? മോദിക്ക് എന്തും പറ്റും, പിണറായി വിജയൻ അതൊന്നും നടത്താൻ പറ്റില്ല, ഞങ്ങൾ സമ്മതിക്കില്ല എന്നതാണോ നിങ്ങളുടെ ന്യായം? ശബരിമല മാത്രമല്ലല്ലോ, അല്ല ശബരിമല മാത്രമല്ലല്ലോ. അല്ല, ഭരണഘടന എല്ലാവർക്കും ഒരുപോലെയാണ്. ഭരണഘടന എല്ലാവർക്കും ഒരുപോലെയാണ്. സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലെത്തുന്നത് ഒരുപോലെയാണ്. അതിനുശേഷം പിണറായിക്ക് ഇത് പറ്റില്ല, മോദിക്ക് എന്തും പറ്റും എന്ന് പറയുന്നതിന്റെ ന്യായം എന്താണ് ശ്രീ പിന്റു? അങ്ങനെയല്ല. ഗുരുവായൂർ അമ്പലത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് അവിടെ ഇരിക്കുന്ന ആളാണോ നിങ്ങളുടെ കൃഷ്ണൻ എന്ന് ചോദിച്ച പിണറായി വിജയൻ? ഈ ശബരിമല തീർത്ഥാടന കാലഘട്ടത്ത് അവിടുത്തെ ഈ മന്ത്രിമാരൊക്കെ അതിന് മുമ്പിൽ നിന്നിട്ട് ഓച്ചാനിച്ചിട്ടുകൊണ്ട് അവിടുത്തെ തീർത്ഥവും അല്ലെങ്കിൽ അവിടുത്തെ പ്രസാദം പോലും സ്വീകരിക്കാൻ തയ്യാറാക്കാത്തവര് ഇപ്പൊ ഭക്തസംഗമത്തിൽ ഇറങ്ങിത്തിരിക്കുമ്പോ അവര് ഞങ്ങളോടുള്ള ഹൈന്ദവ സമൂഹത്തിനോടോ ഈ സംസ്കാരത്തിനോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് ഞങ്ങൾ വിശ്വസിക്കണം. വേണ്ട, അങ്ങനെയല്ലല്ലോ. ശ്രീ പ്രിന്റു, ഇനി ആയാലും അവിടെ വന്ന് അയ്യപ്പന്റെ മുന്നിൽ തൊഴുതു നിൽക്കുമോ എന്ന് എനിക്ക് അറിയില്ല മുഖ്യമന്ത്രി. പക്ഷേ മുഖ്യമന്ത്രി അതിലൊരു പ്രധാന പങ്ക് വഹിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ളവർ കൂടി ഹിന്ദു മതത്തിലേക്ക് അടുക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വീകാര്യമായ നടപടികളിലേക്ക് വരുമ്പോൾ അതിനെ സ്വാഗതം ചെയ്യുകയല്ലേ വേണ്ടത്? ഈ സർക്കാർ ഹിന്ദു വിരുദ്ധ സമീപനം സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയവരല്ലേ, പ്രക്ഷോഭം നടത്തിയവരല്ലേ നിങ്ങൾ? ഈ സർക്കാർ വിശ്വാസികൾക്ക് സ്വീകാര്യമാകുന്ന അല്ലെങ്കിൽ ഹിന്ദു മതത്തിന് അനുകൂലമാകുന്ന ഒരു നിലപാടെടുക്കുമ്പോൾ അതിനെ സ്വീകരിക്കുകയല്ലേ നിങ്ങൾ വേണ്ടത്? അതിനെ എന്തിന് എതിർക്കണം? ഇത് ഹിന്ദു സമൂഹത്തിന് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടുമല്ല. ഞാൻ ചോദിക്കട്ടെ, ഈ ഭക്തസംഗമത്തിൽ വരുന്ന ആളുകൾ ആരായിരിക്കും? ഒരുപക്ഷെ നേരത്തെ അങ്ങ് അവിടെ ആചാരലംഘനം നടത്തിയത് രഹന ഫാത്തിമയെയും കനകദുർഗയെയും ബിന്ദു അമ്മണിയൊക്കെ കൊണ്ടുവന്നിട്ട് അതിന്റെ സംഘടക സമിതി ഉൾപ്പെടുത്തിക്കൊണ്ടിട്ട് ഞങ്ങൾ ഇവിടെ വലിയ നവോത്ഥാനം നടത്തിയെന്നുള്ള പ്രഖ്യാപനത്തിന് വേണ്ടിയിട്ടാണല്ലോ ഈ ഭക്തസംഗമം നടത്തുന്നത്. അതിനുള്ള ഇതൻ അജണ്ട ഇല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കും. അപ്പൊ അതാണോ ആ ഒരു സംശയമാണോ നിങ്ങൾക്ക് ഉള്ളത്? ആ ഒരു സംശയമാണോ ഇതിനെതിരെ നിൽക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നത്? അങ്ങനെ ആയിരിക്കുമോ സർക്കാരിന്റെ സമീപനം എന്ന സംശയമാണോ? പിണറായി വിജയൻ ആയതുകൊണ്ട് തന്നെ ഹിന്ദു സമൂഹത്തിനോടും ശബരിമലയോടുമുള്ള അവരുടെ ഉദ്ദേശശുദ്ധിയെ കുറിച്ച് ഞങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ട്. അതുകൊണ്ട് പിണറായി വിജയൻ സത്യത്തില് ആട്ടിൻതോലണിഞ്ഞ ചെന്നായെ പോലെ ഹിന്ദു സമൂഹത്തിന് നവോത്ഥാനം നടത്തുകയും ഭക്തസംഗമം നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരവസരമായിട്ട് അദ്ദേഹം കാണേണ്ടതില്ല. അദ്ദേഹം ഒരു മതേതര സർക്കാരിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് എപ്പോഴും മതേതരത്വം പറയുന്ന ഒരാളാണ്. അങ്ങനെ അദ്ദേഹത്തിന് നാളെ ക്രിസ്ത്യൻ പള്ളികളിലും സംഗമം നടത്തണ്ടേ, മുസ്ലിം പള്ളികളിലും സംഗമം നടത്തണ്ടേ? എന്താ അയ്യപ്പ ഭക്തന് മാത്രം സംഗമം? നാളെ ആളുകൾ ആവശ്യപ്പെട്ടില്ലേ ഗുരുവായൂർ അമ്പലത്തിലെ ഭക്തസംഗമം നടത്തണമെന്ന് പിണറായി വിജയൻ സർക്കാർ തയ്യാറാവോ? ചോറ്റാനിക്കരയിൽ തയ്യാറാവുമോ? ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുമ്പിൽ ഭക്തസംഗമം തയ്യാറാവോ? ഇല്ലല്ലോ. അപ്പൊ ഞങ്ങൾ പറയുന്നത് ഒരു ഇലക്ഷൻ സ്റ്റണ്ടാണ്. രണ്ടാമത് ഇത് സാമ്പത്തികമായിട്ട് വലിയ അഴിമതിക്ക് വേണ്ടിയുള്ള ഒരു അവസരമാണ്. അതുകൊണ്ട് ശക്തിയുക്തമായിട്ട് പിണറായി വിജയൻ ഏറ്റവും ഒടുവിൽ സാമ്പത്തിക അഴിമതിക്കുള്ള അവസരം ഒരുക്കലാണോ എന്ന് കൂടി പറയുന്നുണ്ട് പ്രിന്റു. അത് നേരത്തെ പ്രതികരിച്ച ഇതിനോടെതിരെ സംസാരിച്ച പലരും ആ ഒരു സംശയം കൂടി ചൂണ്ടിക്കാട്ടിയതാണ്. ഞാൻ പ്രിന്റുവിലേക്ക് വരാം. ശ്രീ കെ യു ജനീഷ് കുമാർ, ഏറ്റവും പ്രധാനപ്പെട്ട ഉയരുന്ന വിമർശനങ്ങളിൽ ഒന്ന് ശബരിമലയിൽ വനിതാ പ്രവേശനത്തിന് കൂട്ടുനിന്ന സർക്കാരാണ്. അവർ അവിടെ രാത്രിയുടെ മറവിൽ കൊണ്ടുവന്ന സ്ത്രീകളെ ഇനിയും ശബരിമലയിൽ കൊണ്ടുവരുമോ എന്നതാണ്. ഈ 3000 പ്രതിനിധികൾ പങ്കെടുക്കും എന്ന പ്രഖ്യാപനം മന്ത്രിയുടെ ഭാഗത്തു നിന്ന് വരുന്നു. ആരൊക്കെ എങ്ങനെയൊക്കെ തെരഞ്ഞെടുക്കപ്പെട്ടവർ എന്നത് സംബന്ധിച്ച് ആർക്കും ഒരു വ്യക്തതയുമില്ല. അപ്പോൾ ഇങ്ങനെ ഒരു സംഗമം നടത്താൻ തീരുമാനിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ടവരെ വിളിക്കുക, അവരുമായി കൂടിയാലോചിക്കുക, അവരെ കാര്യങ്ങൾ ധരിപ്പിക്കുക എന്ന പ്രാഥമികമായ ധർമ്മം ചെയ്തിട്ടില്ല എന്നതാണ് ഇവിടെ ഉയരുന്ന പ്രധാന പ്രശ്നം. അങ്ങനെ ആശയവിനിമയത്തിൽ എന്തെങ്കിലും കുഴപ്പം സംഭവിച്ചിട്ടുണ്ടോ ജനീഷ് കുമാർ? അല്ല, ഒരിക്കലുമല്ല. ഇവര് ഏതർത്ഥത്തിലാണ് ഈ ആഗോള അയ്യപ്പ സംഗമത്തെ മനസ്സിലാക്കിയതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തിനാണ് ഇവർക്ക് ഇത്ര ബേജാറെന്നും മനസ്സിലാവുന്നില്ല. എത്ര ബാലിശമായിട്ടുള്ള വാദങ്ങളാണ് ഇവിടെ നിരത്തിയത്. ആഗോള അയ്യപ്പ സംഗമം പ്രഖ്യാപിച്ചത് ദേവസ്വം വകുപ്പ് മന്ത്രിയാണ്. ദേവസ്വം വകുപ്പ് മന്ത്രിയോടൊപ്പം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉണ്ടായിരുന്നു ആ പത്രസമ്മേളനത്തിൽ. ആ പത്രസമ്മേളനത്തിൽ ഞാനുണ്ടായിരുന്നു. എന്റെ തൊട്ടടുത്ത് ഇരുന്നത് പന്തളം കൊട്ടാരത്തിലെ പ്രകൃതിയായിരുന്നു. അതോടൊപ്പം തന്നെ അതിനു മുമ്പ് ഞങ്ങൾ ആ പത്രസമ്മേളനത്തിലേക്ക് വരുന്നതിന് മുമ്പ് അയ്യപ്പ സേവാ സംഘത്തിന്റെ ഉൾപ്പെടെ
ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ സമിതികളുടെയും യോഗം ചേർന്നിരുന്നു. അവരുടെ പ്രതിനിധികളുടെ എല്ലാ അഭിപ്രായങ്ങൾ കേട്ടിരുന്നു. ഞങ്ങളുടെ നിർദ്ദേശം ഞങ്ങൾ മുമ്പോട്ട് വെച്ചിരുന്നു. അതിനുശേഷം ഇവരിപ്പോ പറയുന്ന ആരാ പങ്കെടുക്കുന്നതെന്ന് അറിയുന്നില്ല എന്നതാണ്. അത് ശരിയല്ല. അവിടെ ജനീഷ് കേൾക്കാമോ? ശരി, എന്തായാലും സർക്കാർ എല്ലാ വിധത്തിലുമുള്ള കൂടിയാലോചനകൾ നടത്തിയിരുന്നു എന്നത് വിശദീകരിക്കുകയായിരുന്നു KU ജനീഷ് കുമാർ. അദ്ദേഹം കൂടി പങ്കെടുത്തുകൊണ്ടുള്ള ഒരു വാർത്താ സമ്മേളനത്തിലാണ് കാര്യങ്ങൾ വിശദീകരിക്കപ്പെട്ടത്. പക്ഷേ യുവതീ പ്രവേശനത്തിന് കൂട്ടുനിന്ന സർക്കാർ ഈ 3000 പ്രതിനിധികളെ അവിടെ പങ്കെടുപ്പിക്കുമ്പോൾ അതിൽ വനിതകൾ ഉണ്ടാകുമോ എന്ന ഒരു സംശയം ആണ് പ്രധാനമായും ഉന്നയിക്കപ്പെടുന്നത്. 3000 പ്രതിനിധികൾക്ക് തലേ ദിവസം ദർശനത്തിനും അതിനുശേഷം പരിപാടിയിൽ പങ്കെടുക്കാനുമുള്ള അവസരം ഒരുക്കും എന്നതാണ് സർക്കാർ പറഞ്ഞത്. ഈ പ്രതിനിധികൾ വിവിധ സംഘടനകളുടെ ഭാഗമായിട്ടുള്ളവരായിരിക്കും. അതിൽ കേരള സഭ ഉൾപ്പെടെ, ലോക കേരള സഭ ഉൾപ്പെടെയുള്ള സംഘടനകളിൽ നിന്നുള്ള പ്രതിനിധികൾ ഉൾപ്പെടും, സാമുദായിക സംഘടനകളിൽ നിന്നുള്ള പ്രതിനിധികൾ ഉൾപ്പെടും തുടങ്ങിയ കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ആരൊക്കെ പങ്കെടുക്കും, അവിടെ ആരെയൊക്കെ എത്തിക്കും, വനിതകളെ എത്തിക്കുമോ സംഗമത്തിന്റെ മറവിൽ എന്നത് പ്രധാന സംശയം. ജനീഷ് തുടർന്നോളൂ. ഇപ്പൊ കേൾക്കാമോ എന്നെ? ഹലോ, ഞാൻ തുടർന്നോട്ടെ? തുടർന്നോളൂ. ഇപ്പോ ഇടയ്ക്ക് നെറ്റിന്റെ പ്രശ്നം ഉണ്ടായതാണ്. അപ്പൊ അവിടെ പങ്കെടുപ്പിക്കുന്നത് ആത്മീയ നേതാക്കൾ, അതോടൊപ്പം തന്നെ ഹൈന്ദവ സാമുദായിക സംഘടനകളുടെ നേതാക്കന്മാർ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള മലയാളി സംഘടനയുടെ ഭാരവാഹികൾ, ലോക കേരള സഭയുടെ അംഗങ്ങൾ, അതോടൊപ്പം തന്നെ നമുക്കറിയാം ദക്ഷിണേന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായിട്ടുള്ള വിവിധ ഗ്രൂപ്പുകളുണ്ട്. അയ്യപ്പനുമായും ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഗ്രൂപ്പുകൾ, അവരുടെ സംഘങ്ങളുടെ പ്രതിനിധികൾ, ഇവരെല്ലാമാണ് അവിടെ പങ്കെടുക്കാൻ പോകുന്നത് എന്ന് ആ യോഗത്തിൽ തന്നെ പറഞ്ഞിരുന്നു. എന്താണ് ഗവൺമെന്റ്, ദേവസ്വം ബോർഡ് ഇത്തരത്തിലൊരു സംഗമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അത് സംബന്ധിച്ചും വളരെ വ്യക്തമായി തന്നെ അവിടെ വിശദീകരിക്കപ്പെട്ടിരുന്നു. നമ്മളിവിടെ ആദ്യമേ തന്നെ പറഞ്ഞു, ആഗോള തലത്തിൽ തന്നെ ശബരിമലയുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുക. അങ്ങനെ ശബരിമലയുടെ സന്ദേശം ലോകത്തിന്റെ എല്ലാ സ്ഥലങ്ങളിലും എത്തിക്കുക. അവിടെ അതിന്റെ ഭാഗമായി 1 ദിവസം 2 ദിവസം സമ്മേളിക്കുമ്പോൾ വിവിധ സെക്ഷനുകളുണ്ട്. ശബരിമലയുടെ ആചാരങ്ങൾ, അതോടൊപ്പം തന്നെ ശബരിമലയുടെ വിശ്വാസങ്ങൾ, അതിനോട് ചേർന്ന് നിൽക്കുന്ന ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യപ്പെടുക. അതാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അയ്യപ്പ ഭക്തർ അവിടെ സമ്മേളിക്കുമ്പോൾ, ഏകദേശം 3000 പ്രതിനിധികൾ അവർ സമ്മേളിക്കുമ്പോൾ ധാരാളം കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ശബരിമലയുടെ വികസനം തന്നെയാണ്. ശബരിമലയുടെ വികസനം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, എന്തിനാണ് ഇപ്പോ ഇങ്ങനെ ഒരു യോഗം എന്ന് ചോദിച്ചാൽ, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും അതിന്റെ ഹൈപ്പവർ കമ്മിറ്റിയും എല്ലാം നിർദ്ദേശിച്ചതനുസരിച്ചിട്ടുള്ള ഒരു മാസ്റ്റർ പ്ലാൻ തിരുവനന്തപുരം സഹകരണ എഞ്ചിനീയറിംഗ് കോളേജ് തയ്യാറാക്കി. ആ മാസ്റ്റർ പ്ലാൻ മന്ത്രിസഭ അനുമതി കൊടുത്തു. നമ്മളെല്ലാം ചർച്ച ചെയ്യപ്പെട്ടതാണ്. അത് നടപ്പിലാക്കാൻ വേണ്ടി പോവുകയാണ്. ശബരിമലയുടെ വികസനം നൂറ്റാണ്ടുകൾ മുമ്പിൽ കണ്ടുകൊണ്ടുള്ള ഒരു വലിയ വികസനമാവണം. അതിനുവേണ്ടി ഗവൺമെന്റ് തയ്യാറാക്കിയിട്ടുള്ള മാസ്റ്റർ പ്ലാൻ, ആ മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കാൻ പോകുമ്പോ ആ മാസ്റ്റർ പ്ലാൻ എന്തെല്ലാമാണ് ഉൾക്കൊണ്ടിട്ടുള്ളത് എന്ന്, ശബരിമലയിൽ എന്താണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് വികസന പദ്ധതിയിൽ എന്ന് ആ പ്രതിനിധികൾക്ക് മുമ്പാകെ അവതരിപ്പിക്കുകയാണ് ഗവൺമെന്റ്. അതിനുശേഷം അവരുടെ ചർച്ചകൾ, നിർദ്ദേശങ്ങളൊക്കെ വരണം. അവരുടെ ചർച്ചകൾക്കും നിർദ്ദേശങ്ങൾക്കുമൊക്കെ ശേഷം ആ മാസ്റ്റർ പ്ലാൻ കൂടുതൽ സമ്പന്നമാക്കുക. അതാണ് നമ്മുടെ ലക്ഷ്യം. നമുക്കറിയാം, കേരളത്തിലെ പത്തനംതിട്ടയിൽ നിന്ന് വരുന്ന അയ്യപ്പ ഭക്തരുടെ ആവശ്യമായിരിക്കില്ല തിരുവനന്തപുരത്ത് വരുന്നത്.
കണ്ണൂരിൽ നിന്ന് വരുന്നത്. ഒരു കാര്യം പറഞ്ഞോട്ടെ, ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. ജനീഷ് സാറിനോട് അഭ്യർത്ഥന, ഞാൻ ബഹുമാനത്തോടെയാണ്, ഞാൻ ആ നിലപാടിനായി യോജിക്കുന്ന ഒരാളാണ്. ബിന്ദു അമ്മിണിക്ക് 46 വയസ്സാണ് പ്രായം. ബിന്ദു അമ്മിണി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ദുരുദ്ദേശത്തോടുകൂടി അവിടെ പങ്കെടുക്കാൻ പോകുന്നു എന്നൊക്കെ വെല്ലുവിളിയുടെ സ്വരത്തിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇത് വിശ്വാസി സമൂഹത്തിനിടയ്ക്ക് വേദനയോ ആശങ്കയോ ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങളെ കാര്യം അവിടെ അത് വരികയാണെങ്കിൽ അങ്ങേക്കറിയാം അത് മറ്റൊരു പ്രശ്നത്തിലേക്ക് പോകും. സുപ്രീം കോടതിയിൽ നിൽക്കുന്ന ഒരു ഡെലിക്കേറ്റ് അവസരമാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളും കൂടി ഏതെങ്കിലും രീതിയിൽ ഒരു എന്താ പറയുക, അങ്ങേക്കറിയാലോ, ഞാൻ പറയേണ്ട കാര്യമില്ല. ബിന്ദു അമ്മിണിയോ കനകദുർഗയോടെ വീണ്ടും വന്നാൽ ഉണ്ടാകാൻ പോകുന്ന സംഭവവികാസങ്ങളെ കുറിച്ച് അങ്ങേക്കറിയാം. അപ്പൊ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് കാര്യം ഞാൻ പറഞ്ഞല്ല, ബിന്ദു അമ്മിണി സാമൂഹ്യ മാധ്യമങ്ങളിൽ തുറന്നിട്ടതാണ്. അവർക്ക് 46 വയസ്സാണ് പ്രായം. അപ്പോ ഇത്തരം സങ്കീർണതകളും കൂടി ഉണ്ട്. അതൊന്ന് അഡ്രസ് ചെയ്താൽ നന്നായിരുന്നു. രാഹുൽ പറഞ്ഞത് എനിക്ക് വ്യക്തമായി കേൾക്കാൻ കഴിഞ്ഞില്ല. ഞാൻ പറഞ്ഞല്ലോ ഇവര് ഏത് വിഷയത്തെ സംബന്ധിച്ച് സാറേ, ബിന്ദു അമ്മിണി ശബരിമലയിൽ വരുമെന്ന് പറഞ്ഞവർ സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അവരുടെ പ്രായം 46 വയസ്സാണ്. അപ്പോ ബിന്ദു അമ്മിണി യാതൊരു അയ്യപ്പ ഭക്തയല്ല. അങ്ങേക്കും അറിയാം, എനിക്കും അറിയാം. അവിടെ പ്രശ്നം ഉണ്ടാക്കാൻ വരുന്നതാണ്. അപ്പൊ ഇങ്ങനെ ചില ആൾക്കാർ വരുമോ എന്ന് ഭക്തർക്ക് ആശങ്കയുണ്ട്. അത് പ്രിന്റുവിനോ എനിക്കോ മാത്രമല്ല, എല്ലാവർക്കും ആശങ്കയുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ അഡ്രസ് ചെയ്യുമോ എന്നുള്ളൊരു സംശയം നമുക്കിടയിലുണ്ട്. ഞാൻ രാഹുലിനോട് ചോദിച്ചോട്ടെ, രാഹുൽ, ഇത് പമ്പയിലാണ് ഈ സംഗമം നടക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോ പമ്പയിൽ ആ സംഗമത്തിൽ സ്ത്രീകൾ പങ്കെടുത്തതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ വിശ്വാസം ഹനിക്കപ്പെടുമോ? അല്ല, അവിടെ വരുന്നത് എന്താ അറിയാം, റിയലിസ്റ്റിക്കലി സംസാരിക്കണ്ടേ. ഇപ്പൊ അതൊന്ന് ആലോചിച്ച് നോക്കും. അവിടത്തെ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഒരു പ്രശ്നക്കാര് സംശയങ്ങളൊക്കെ രാഹുൽ ഉന്നയിച്ചാൽ അതിന് ഞാൻ എങ്ങനെ മറുപടി പറയുക? ഒന്ന് അദ്ദേഹം പറഞ്ഞു പൂർത്തിയാക്കിയിട്ട് താങ്കൾക്ക് ഇടപെടാം. ഞാൻ പറഞ്ഞോട്ടെ, നമ്മൾ ഇത്ര സീരിയസ് ആയിട്ടുള്ള മാറ്റം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ കേവലം RSS ശാഖയിലെ ആരെങ്കിലും ഒക്കെ പറയുന്നത് പോലെയുള്ള സംശയങ്ങളൊക്കെ ചോദിച്ചാൽ എനിക്ക് മറുപടി പറയാൻ പ്രയാസമാണ്. അവര് പറഞ്ഞതാണ് കേട്ടോ, ഞാൻ പറഞ്ഞതല്ല. ബിന്ദു അമ്മിണി പബ്ലിക്കലി ഇട്ടിരിക്കുന്ന വെല്ലുവിളിയാണ്. ബിന്ദു അമ്മിണി എന്ന് പറയുന്ന സ്ത്രീ പബ്ലിക്കലി ഉയർത്തിയ വെല്ലുവിളിയാണ്. നമ്മൾ തമ്മിൽ അങ്ങനെ വാദപ്രതിവാദം വേണ്ട. നമ്മളൊരു ചർച്ചയിൽ പങ്കെടുക്കല്ലേ, നമ്മൾ അങ്ങനെ വാദപ്രതിവാദം വേണ്ട. ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞു എന്താണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു. ആ ഗവൺമെന്റ് ആരെയൊക്കെയാണ് ഇതിനകത്ത് പങ്കെടുപ്പിക്കുന്നത് എന്ന് പറഞ്ഞു. ആഗോളതലത്തിൽ ഇത് ആരൊക്കെ പങ്കെടുക്കണം, എങ്ങനെ വേണം എന്ന് ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ജനീഷ്, അവിടെ ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് ജനീഷിന്റെ ഫ്രെയിമിലേക്ക് എടുക്കാൻ പറ്റാത്തത്. അതുകൊണ്ട് തന്നെ ജനീഷ് പറയുന്നതിൽ കൂടുതൽ വ്യക്തതകൾ വേണം. ഞാൻ ഒന്ന് ഇടപെട്ടിട്ട് അതിനുശേഷം ജനീഷിലേക്ക് വരാം. ഏതായാലും ഇപ്പോൾ സർക്കാർ എന്താണ് അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്നുള്ളത് വ്യക്തമാക്കിയിരിക്കുകയാണ്. ശബരിമലയുടെ പ്രാധാന്യം ലോകത്തെമ്പാടും എത്തിക്കലാണ് പ്രധാന ലക്ഷ്യം. തത്വമസി എന്ന വിശ്വമാനവികതയുടെ സന്ദേശം ലോകമൊട്ടാകെ പ്രചരിപ്പിക്കുക, ശബരിമലയെ ഒരു ആഗോള തീർത്ഥാടന കേന്ദ്രമായി ഉയർത്തിക്കൊണ്ടുവരിക തുടങ്ങിയ ലക്ഷ്യങ്ങളാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാന ചർച്ചയാകുന്നത് ശബരിമലയുടെ വികസനമാണ് എന്ന കാര്യം കൂടി ജനീഷ് ഇവിടെ വ്യക്തമാക്കിയിരിക്കുകയാണ്. അപ്പോൾ ശബരിമലയിൽ അവിടെ ആ പരിസ്ഥിതിക്ക് മനസ്സിലായിക്കൊണ്ടുള്ള ആ ക്ഷേത്രത്തിന്റെ ചൈതന്യം നിലനിർത്തിക്കൊണ്ടുള്ള വികസനം വേണമെന്ന കാര്യത്തിൽ ആർക്കും എതിരഭിപ്രായമില്ല. മാത്രവുമല്ല, അവിടെ വരുന്ന ഭക്തർക്ക് വേണ്ടുന്ന അടിസ്ഥാന സൗകര്യ വികസനം എന്നത് ഒരു വലിയ വിഷയമാണ്. അപ്പോൾ അതുമായൊക്കെ ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ് ഈ സംഗമത്തിൽ നടക്കുക എന്ന സർക്കാരിന്റെ ലക്ഷ്യങ്ങൾ, ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്ത് എന്നത് പ്രാഥമികമായി ജനീഷ് കുമാർ ഇവിടെ വിശദീകരിച്ചിരിക്കുകയാണ്. അത് അടുത്ത ഘട്ടത്തിൽ മറ്റ് വിവാദങ്ങളുള്ള വിഷയങ്ങളിലേക്ക് നമുക്ക് ഒന്നുകൂടി വരാം. ശ്രീ റോണി കെ ബേബി, നമുക്കറിയാം യുവതീ പ്രവേശനം നടന്നപ്പോൾ അതൊരു സുവർണാവസരമായി കണ്ടവർ ഒരുമിക്കുന്നത് ആണ് ഇപ്പോഴും ആഗോള സംഗമത്തിനെതിരെ ഒരുമിക്കുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. യുവതീ പ്രവേശനം ഉണ്ടാകുമോ എന്ന സംശയം അവരെ അതിന് പ്രേരിപ്പിക്കുന്നു. സർക്കാരിനെ അവർ സംശയത്തോടു കൂടി കാണുന്നു. അതിൻ്റെ ഒരു ഗുണഭോക്താവ് കോൺഗ്രസ് ആയിരുന്നു. അതിനുശേഷം വന്ന തെരഞ്ഞെടുപ്പുകളിൽ നിങ്ങൾ നേട്ടമുണ്ടാക്കിയതാണ്, നിങ്ങൾ അത് ഒരവസരമാക്കിയവരും തന്നെയാണ്. ഇപ്പോൾ ഈ ഉയരുന്ന സാഹചര്യങ്ങൾ എങ്ങനെയാണ് കോൺഗ്രസ് നോക്കിക്കാണുന്നത്? സർക്കാരിന്റെ ആഗോള സംഗമത്തിൽ നിങ്ങൾക്ക് സംശയമുണ്ടോ? ഉദ്ദേശശുദ്ധിയിൽ കുറുക്കൻ എത്രമാത്രം വെജിറ്റേറിയൻ ആണെന്ന് പറഞ്ഞാലും എല്ലാ കാലത്തും കുറുക്കന്റെ കണ്ണ് കോഴിക്കോട്ടിൽ തന്നെയായിരിക്കും. അതാണ് ഇവിടെ ഇപ്പോൾ ഈ സർക്കാരിന്റെ ഈ നിലപാട് ഇത്രമാത്രം ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. ഇതിന്റെ ഉദ്ദേശശുദ്ധിയാണ് ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത്. ഈ ആഗോള അയ്യപ്പ സംഗമത്തെ കുറിച്ച് കേട്ടപ്പോൾ എന്റെ ഓർമ്മ പെട്ടെന്ന് പോയത്
തിരുപ്പതിയില് ചന്ദ്രബാബു നായിഡു ഇങ്ങനെ വലിയ ഭരണവിരുദ്ധ വികാരത്തിലൊക്കെ നിൽക്കുമ്പോൾ തിരുപ്പതിയില് അദ്ദേഹം ഇങ്ങനെ ഒരു ആഗോള തിരുപ്പതി ഭക്ത സംഗമം നടത്താൻ വേണ്ടി അദ്ദേഹം ഒരു ശ്രമം നടത്തിയുണ്ടായി, ഒരു നീക്കം നടത്തിയുണ്ടായി. അദ്ദേഹം ഇതിനു മുമ്പ് മുഖ്യമന്ത്രിയായിരുന്നു, ഇതിനു മുൻപ്. പക്ഷെ അന്ന് ഭക്ത ജനങ്ങളുടെയൊക്കെ വലിയ എതിർപ്പ് ഉണ്ടായതിനെ തുടർന്ന് അദ്ദേഹം ആ ഉദ്യമത്തിൽ നിന്നും പിന്നോട്ട് പോവുകയുണ്ടായി. ഇപ്പോൾ ആ കാര്യം തന്നെ ഇവിടെ സാക്ഷാൽ പിണറായി വിജയൻ സർക്കാർ ഇവിടെ നടപ്പാക്കാൻ ശ്രമിക്കുകയാണ്. ഇവിടെ കാരണഭൂതനെന്നും ക്യാപ്റ്റനെന്നും ഒരുപാട് പരിപ്രേക്ഷ്യങ്ങളും വാഴ്ത്തുപാടുകളും ഒക്കെ കേട്ട പിണറായി വിജയന് ഇനി ഭക്ത ദൃശ്യങ്ങളൊക്കെ അണിഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ശബരിമല വേഷവിധാനങ്ങളൊക്കെ അണിഞ്ഞുകൊണ്ട്, അയ്യപ്പന്റെ അവതാരമായിട്ട് പോലും ഇനി PR വർക്കുകളിൽ, വാഴ്ത്തുപാടുകളിൽ, ഈ കേരളത്തിലെ തെരുവോരങ്ങളിലൊക്കെ ഫ്ലക്സുകളിലൊക്കെ പ്രത്യക്ഷപ്പെടാൻ പോകുന്നു എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് വരാൻ പോകുന്ന ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഇപ്പോൾ അവർക്ക് വല്ലാത്ത സ്നേഹമാണ് ശബരിമലയോട്. ഇപ്പോഴങ്ങ് ശബരിമലയെ അങ്ങ് രക്ഷിച്ചു കഴിഞ്ഞേക്കാം, അവിടുത്തെ തീർത്ഥാടകർക്ക് എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്തേക്കാം. പക്ഷെ ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ ഇവരെന്താണ് ചെയ്തത് എന്നത് നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. കഴിഞ്ഞ വർഷമൊക്കെയാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ അവിടെ എല്ലാ തരത്തിലുള്ള മിസ്മാനേജ്മെന്റ് ആണ് സർക്കാരിന്റെ ഭാഗത്തുണ്ടായത്. എത്ര മണിക്കൂർ എടുത്തു? 10-12 മണിക്കൂർ എടുത്തു ഭക്തര് അവിടെ ക്യൂ നിന്ന്. ഇതിനു മുമ്പൊക്കെ ഇവിടെ സർക്കാർ പ്രശ്നങ്ങളില്ലാത്ത തീർത്ഥാടന കാലമാണ് കഴിഞ്ഞു പോയതെന്നതാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ അവകാശവാദം. വലിയ പ്രശ്നങ്ങളൊന്നും എവിടെ ഉയർന്ന് നമ്മൾ കേട്ടിട്ടില്ല. അങ്ങനെ ഒരു സമാധാനപൂർണമായിട്ടുള്ളൊരു കാലമാണ്, തീർത്ഥാടന കാലമാണ് കഴിഞ്ഞു പോയത്. അതിനകത്ത് എന്തെങ്കിലും കുറ്റം പറയാനുണ്ടായിരുന്നോ? നിങ്ങളൊന്നും അന്ന് ഒന്നും പറഞ്ഞു കേട്ടില്ലല്ലോ. അല്ല, ഇതിന് 1-2 വർഷം, കഴിഞ്ഞ മുമ്പത്തെ വർഷമല്ലേ എത്ര കിലോമീറ്ററിലാണ് ഇവിടെ വലിയ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായി. അവിടെ പമ്പയിലേക്ക് ആളുകളെ, പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് ആളുകളെ കടത്തിവിടാതെ അവിടേക്ക് കടക്കാൻ ചെന്ന അയ്യഭക്തരെയൊക്കെ ക്രൂരമായി പോലീസ് മർദ്ദിക്കുന്നതും ഒക്കെ നമ്മൾ ഇവിടെ കണ്ടിട്ട് ഇത് അത്ര 10-15-20 വർഷം മുൻപൊന്നുമല്ലല്ലോ, ഈ സമീപകാലത്ത് തന്നെയല്ലേ നമ്മൾ കാണുവാനായിട്ട് ഇടയായത്. പിന്നെ എത്രമാത്രം അയ്യപ്പ ഭക്തരുടെ ക്ഷേമത്തിനു വേണ്ടി ഈ സർക്കാർ പ്രവർത്തിക്കാൻ വന്നാലും കഴിഞ്ഞതൊന്നും ഇവിടുത്തെ ആളുകൾ മറക്കത്തില്ല. ആ സന്നിധാനത്ത് അല്ലെങ്കിൽ ആ പമ്പയുടെ മുറ്റത്ത് വീണ അവിടുത്തെ മഹാപുരോഹിതന്റെ ഭാര്യയുടെ കണ്ണുനീരിന്റെ ഒക്കെ കണക്കുകൾ പറയാതെ ഒന്നും ഈ സർക്കാരിന് അവിടെ അയ്യപ്പസ്വാമിയുടെ രക്ഷകനായിട്ടൊന്നും അവതരിക്കാനായിട്ട് കഴിയില്ല. കാരണം ഇതിന്റെ ഉദ്ദേശിച്ചിട്ട് ഇപ്പൊ പറയുന്ന ദേവസ്വം ബോർഡിന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ചാണത്രേ തത്വമസി എന്ന പേരിൽ അവിടെ വലിയ പ്രോഗ്രാം സംഘടിപ്പിക്കാൻ പോകുന്നത്. തത്വമസി എന്ന വാക്കിന്റെ അർത്ഥം ഇവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുമോ? അല്ലെ തത്വമസി എന്ന ആ മഹത്തായ ആശയത്തിന്റെ, ആ മഹത്തായ ദർശനത്തിന്റെ അന്തസത്ത ഇവർക്ക് എത്രമാത്രം ഉൾക്കൊള്ളുവാൻ കഴിയും? അല്ലെ നമ്മൾ തത്വമസി എന്ന വാക്കുകളൊക്കെ ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റിൽ നമ്മൾ എടുത്ത് ഉപയോഗിക്കുമ്പോൾ ഇത് എത്രയോ വലിയൊരു വിശാല അർത്ഥത്തിലുള്ളതാണ് എന്ന് ഈ പറയുന്ന ശബരിമലയെ തകർക്കുവാൻ ശ്രമിച്ചവർ നിരീശ്വരവാദികൾ, അതാണ് ഏറ്റവും വേദനിപ്പിക്കുന്നത്. കാരണം കേരളത്തിലെ ഈശ്വരവിശ്വാസികളായിട്ടുള്ള, അത് ഹിന്ദുക്കൾ മാത്രമല്ല ക്രൈസ്തവരായിട്ടുള്ള എല്ലാ മതവിഭാഗത്തിലുള്ള ആളുകൾ ശബരിമലയോട് അന്ന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. അത് ഹിന്ദുക്കളുടെ മാത്രം വിഷയമായിരുന്നില്ല, ഇവിടെയുള്ള നാനാജാതി മതത്തിലുള്ള വിഷയമായിരുന്നു. കാരണം വിശ്വാസം, ഹിന്ദുക്കൾക്ക് എങ്ങനെയാണ് വിശ്വാസം, അതുപോലെയാണ് ഈ നാട്ടിലെ ക്രൈസ്തവനും ഇസ്ലാമിക വിശ്വാസികൾക്കുള്ള വിശ്വാസം. ഒരാളുടെ വിശ്വാസത്തിൽ സർക്കാർ കൈവെക്കുമ്പോൾ അത് മറ്റുള്ളത് എല്ലാവരുടെയും വിശ്വാസത്തിലാണ്. അപ്പോൾ ആ ശബരിമല മൂവ്മെന്റ് എന്ന് പറയുന്നത് ശബരിമലയെ രക്ഷിക്കാൻ വേണ്ടി, ശബരിമലയെ തകർക്കുവാൻ വേണ്ടി വന്നപ്പോൾ എന്തായിരുന്നു? കാരണം കുടുംബത്തിൽ പറഞ്ഞ അന്തസ്സായി മാന്യമായി വിശ്വാസത്തിൽ ജീവിക്കുന്ന സ്ത്രീകളെ അവർക്ക് വേണമെങ്കിൽ അവിടെ വേണമെങ്കിൽ കടന്നു വരുമ്പോൾ സുപ്രീം കോടതി വിധിയുടെ പേരിൽ അവർക്ക് ചെയ്യാമായിരുന്നു. നമ്മൾ കാണുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ രഹന ഫാത്തിമയുടെയും അല്ലെങ്കിൽ ബിന്ദു അമ്മണിയുടെയും അല്ലെങ്കിൽ അതുപോലെ തന്നെ കനകദുർഗയുടെയും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അത്രമാത്രം ഞാനിവിടെ ആ വാക്കുകൾ ഉപയോഗിക്കുന്നില്ല. ആക്ടിവിസ്റ്റുകൾ, അവരെന്ത് ആക്ടിവിസ്റ്റുകളാണെന്നതിനെ കുറിച്ച് നമുക്കറിയാം. സ്ത്രീവിരുദ്ധമായ പരാമർശങ്ങൾ വേണ്ട. ഒരു സ്ത്രീ നല്ല സ്ത്രീ, ചീത്ത സ്ത്രീ എന്ന് ഏതെങ്കിലും അളവുകോൽ വെച്ച് തിരിക്കുമോ എന്ന് എനിക്ക് അറിയില്ല. അങ്ങനെ വേണ്ട. യുവതി പ്രവേശന വിധിയുടെ അടിസ്ഥാനത്തിലായിരുന്നു യുവതികൾ കയറിയത്. അത് എല്ലാ സ്ത്രീകൾക്കുമുള്ള അവകാശമാണ്. അപ്പോൾ ഒരു സ്ത്രീ നല്ലതാണോ ചീത്തയാണോ എന്ന് അളക്കാനുള്ള സ്കെയിലൊന്നും ആരുടെയും കയ്യിലില്ലല്ലോ. അപ്പോൾ അത്തരം പരാമർശങ്ങൾ വേണ്ട. ശ്രീ റോണി കെ ബേബി പറഞ്ഞു പൂർത്തിയാക്കി. ഞാൻ പൊതുസമൂഹത്തിന്റെ, കാരണം ആക്ടിവിസ്റ്റുകൾ എന്താണ് ഇൻവെർട്ടഡ് കോമേഴ്സിൽ എന്ത് ആക്ടിവിസ്റ്റുകളാണെന്നുള്ളത് കേരളത്തിലെ പൊതുസമൂഹം വളരെ വ്യാപകമായി തന്നെ ചർച്ച ചെയ്തതാണ്, വിമർശിച്ചതാണ്. ഇത് എന്റെ മാത്രം ആദ്യത്തെ പരാമർശമല്ല. ഞാൻ അങ്ങനെ ഒരു സ്ത്രീവിരുദ്ധ പരാമർശം എന്റെ ഭാഗത്ത് നിന്ന് അറിയാതെ ഉണ്ടെങ്കിൽ ഞാനിവിടെ ക്ഷമ ചോദിക്കാൻ വേണ്ടി ഞാൻ തയ്യാറാണ്. പക്ഷെ എന്തായിരുന്നു പൊതുസമൂഹത്തിന്റെ ഒരു വികാരം? എന്റെ മാത്രം ഒരു വികാരമല്ല, പൊതുസമൂഹത്തിന്റെ വികാരം എന്തായിരുന്നു ആ സ്ത്രീകളെ കുറിച്ചുള്ളത് എന്നതിനെ കുറിച്ച് മാത്രം ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ ആ കാര്യം പറഞ്ഞത്. പക്ഷേ എങ്ങനെയെങ്കിൽ ഇതിന്റെ ഉദ്ദേശശുദ്ധി ഇവിടെ ബഹുമാനപ്പെട്ട ജനീഷ് കുമാർ MLA അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന്റെ വാക്കുകൾ ആത്മാർത്ഥമാണെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് വളരെ സത്യസന്ധമായ ഉദ്ദേശമാണ് നിങ്ങളുണ്ടെങ്കിൽ ആ വിഷയത്തിൽ മാപ്പ് പറയണം. ഇവിടെ ബഹുമാനപ്പെട്ട രാഹുൽ ഈശ്വർ പറഞ്ഞ എത്ര ആളുകൾ, 100 ആളുകളാണ് ഇത്രയും കേസും കണ്ണീരും കയ്യായുമായിട്ട് അവിടെ നടക്കുന്നത്. അങ്ങനെ അത്തരം ആളുകൾക്കെതിരെയുള്ള കേസുകൾ പിൻവലിക്കണം.
ഇവിടുത്തെ അയ്യപ്പ ഭക്തരെ മുറിവേൽപ്പിച്ചതിന്റെ പേരിൽ മാപ്പ് ചോദിക്കാൻ തയ്യാറാകണം. എന്നിട്ട് വേണം ഇവിടെ ഈ ശബരിമലയുടെ പേര് ഈ നടക്കാൻ പോകുന്ന പിന്നെ ഇതുപോലുള്ള വലിയ മാമാങ്കങ്ങൾ. ഒരു കാര്യം പറയാനുണ്ട്, ഇവിടെ ശബരിമല പേര് നടക്കുവാണെങ്കിൽ നിങ്ങൾ ഇവിടെ എറണാകുളം ഹിന്ദുമത കൺവെൻഷനും ആരാമൻ കൺവെൻഷനും അതുപോലെ ഈയിടെയായിരുന്നു സമസ്തയുടെ 100ാം വാർഷികം. ഏതെങ്കിലും എസ് കൊണ്ടുവരാൻ പോയ ഒരു ന്യൂനപക്ഷ മന്ത്രിയുണ്ട്, അതിന് ക്ഷീണമൊക്കെ മാർക്കാം. സമസ്തയുടെ 100ാം വാർഷികമാണ്. അതൊക്കെ ഈ സർക്കാർ ഏറ്റെടുത്ത് നിർത്തുന്നതായിരിക്കും നല്ലത് എന്നുകൂടി ഇവിടെ. ശ്രീ ജനീഷ് കുമാർ, 2 ചോദ്യങ്ങളാണ്. ഒന്ന്, നേരത്തെ കാണിച്ചിട്ടുള്ള സമീപനങ്ങൾ അതിൽ തിരുത്തുണ്ടാകുമോ, ആ തെറ്റേറ്റു പറയുമോ? അത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്, 10 ചോദ്യങ്ങളാണ് ശ്രീ കുമ്മനം രാജശേഖരൻ സർക്കാരിനോട് ചോദിച്ചിട്ടുള്ളത്, മന്ത്രി വാസവനോട് ചോദിച്ചിട്ടുള്ളത്. ഒരു മതേതര സർക്കാരിന്റെ മന്ത്രിസഭാംഗം ഒരു ഹിന്ദു ക്ഷേത്രത്തിൽ ഭക്തജനങ്ങളുടെ യോഗം വിളിച്ചു കൂട്ടുന്നത് ഭരണഘടനാ ലംഘനമല്ലേ? ശബരിമലയിൽ ആചാര ലംഘനം നടത്തിയ വിവാദ ആക്ടിവിസ്റ്റുകൾക്ക് സർക്കാർ വീണ്ടും വേദി ഒരുക്കുകയാണ്. അത് ഒരു ചോദ്യം. ഒരാൾ മന്ത്രിയാകുന്നത് MLA ആയി തെരഞ്ഞെടുക്കുമ്പോഴാണ്. MLAയും മന്ത്രിയും എന്ന നിലയിൽ ഹിന്ദുക്കളുടെ ആരാധനാ കേന്ദ്രത്തിൽ ഭക്തജനങ്ങളെ വിളിച്ചു കൂട്ടാനുള്ള അധികാരമോ മാൻഡേറ്റോ മന്ത്രിക്ക് വിവിധ മതസ്ഥരായ വോട്ടർമാർ നൽകിയിട്ടുണ്ടോ? അപ്പോൾ വോട്ടർമാരോട് ചെയ്യുന്നത് നീതികേടാണോ എന്ന ഒരു ചോദ്യം. ശ്രീ ജനീഷ് കുമാർ കേൾക്കാമോ? ശരി, അദ്ദേഹം കേൾക്കാമോ? ചോദ്യം അവസാന ഭാഗം മനസ്സിലായിട്ടില്ല. ഒരു മതനിരപേക്ഷ സർക്കാരിന് ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ ഇത് എന്ന്? അതെ, ആശയം മനസ്സിലായി. തീർച്ചയായും ശബരിമല എന്തോ തെറ്റ് CPIM ചെയ്തു, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ചെയ്തു എന്ന വരുത്താനുള്ള ഒരു വലിയ പരിശ്രമമാണ് ഈ ചർച്ചയിൽ പങ്കെടുത്ത മറ്റു 3 പേരും സ്വീകരിച്ചിട്ടുള്ളത്. ഞാൻ അവരോടെല്ലാം പറയുന്നു, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റോ പിണറായി വിജയന്റെ ഗവൺമെന്റോ CPIMോ ശബരിമലയിൽ സ്ത്രീ പ്രവേശനം തീരുമാനിച്ചിട്ടില്ല. നിങ്ങൾ മറന്നുപോവേണ്ട, അത് തീരുമാനിച്ചത് സുപ്രീം കോടതിയാണ്. ആ സുപ്രീം കോടതിയെ തിരുത്താൻ കഴിയുന്നത് നിങ്ങൾ നിയന്ത്രിക്കുന്ന ഇന്ത്യൻ പാർലമെന്റിനാണ്. ആ ഘട്ടത്തിൽ നിങ്ങൾ കൊടുത്തൊരു വാക്കുണ്ടായിരുന്നു, ഞങ്ങൾ പാർലമെന്റിൽ വീണ്ടും വരുമ്പോൾ ശബരിമലയിൽ സ്ത്രീ പ്രവേശനത്തിന്റെ വിധി അത് മറികടക്കാൻ നിയമം കൊണ്ടുവരും. നിങ്ങൾ നിയമം കൊണ്ടുവന്നോ? നിങ്ങൾ സുവർണ അവസരത്തിനു വേണ്ടിയാണ് ആ ഘട്ടങ്ങളിലെല്ലാം ഇടപെട്ടിട്ടുള്ളത് എന്ന് കേരളത്തിലെ എല്ലാ ആളുകൾക്കും ബോധ്യമുള്ളതാണ്. പിന്നെ ഏത് സ്റ്റേറ്റ് ഗവൺമെന്റിനാണെങ്കിലും സുപ്രീം കോടതി ഒരു വിധി പറഞ്ഞാൽ അത് നടപ്പിലാക്കാൻ ബാധ്യസ്ഥരാണ്. അത് നടപ്പിലാക്കില്ല എന്ന് പറയാൻ കഴിയുന്നവരല്ല. ഞാൻ ആ വിഷയത്തിലേക്ക് ശ്രീ ജനീഷ് കുമാർ, അവിടെ എനിക്കൊരു ചോദ്യമുണ്ട്. ശ്രീ ജനീഷ് കുമാർ, സുപ്രീം കോടതി പറഞ്ഞതുകൊണ്ട് ആളുകൾ കേറി എന്നതിനപ്പുറം ഇവിടെ വനിതാ മതിൽ എന്തിനായിരുന്നു? നവോത്ഥാന സംരക്ഷണത്തിന് വേണ്ടി കൂടുതൽ നടപടികൾ ഉണ്ടാകും എന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയത് എന്തിനായിരുന്നു? മതനിരപേക്ഷ പുരോഗമന സമൂഹത്തിന്റെ കയ്യടി വാങ്ങിയത് ഈ സർക്കാരല്ലേ? ആ യുവതീ പ്രവേശനത്തിലൂടെ മതനിരപേക്ഷ പുരോഗമന വിഭാഗത്തിന്റെ കയ്യടി നേടി വനിതാ മതിൽ സംഘടിപ്പിച്ചു, നവോത്ഥാനം പറഞ്ഞിട്ട് ഇപ്പോ കോടതി വിധി വന്നതുകൊണ്ട് ഞങ്ങൾ ആളുകൾ കയറി എന്ന് പറയുന്നതിൽ ഒരു ആത്മാർത്ഥത കുറവുണ്ട്. അപ്പോൾ നിങ്ങൾ ഏതാണ് നിങ്ങളുടെ നിലപാടെന്ന് പറയണം. അല്ല, ഞങ്ങളുടെ നിലപാട് അന്നും വ്യക്തമാണ്, ഇന്നും വ്യക്തമാണ്. ഞങ്ങളുടെ നിലപാടൊന്നും ഒരിക്കലും മാറ്റിയിട്ടില്ല. സുപ്രീം കോടതി വിധി വന്നപ്പോ അതിനെ സ്വാഗതം ചെയ്തത് ആരാണ്? ആദ്യമായി സ്വാഗതം ചെയ്തത് ആരാണ്? അതൊക്കെ കേരളത്തിലെ സമൂഹം ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടതാ. ഞാൻ അതിലേക്കൊന്നും ഈ ചർച്ചയിൽ ഈ അവസരത്തിൽ ഇപ്പോൾ ആഗോള സംഗമം നടത്തുമ്പോൾ എല്ലാവരും പറയുന്നു സർക്കാർ തെറ്റ് ഏറ്റു പറയണമെന്ന് പറയുന്നു. അങ്ങനെ ഒരു തെറ്റ് ഏറ്റു പറയുമോ? അങ്ങനെയാണെങ്കിൽ അന്ന് സർക്കാരിനെ വിശ്വസിച്ച ഈ വനിതാ മതിലിൽ പങ്കാളികളായ മനുഷ്യരോട്, നവോത്ഥാന പ്രവർത്തനങ്ങളിൽ സർക്കാരിനെ പുകഴ്ത്തിയ, സർക്കാരിനൊപ്പം നിന്ന മനുഷ്യരോട് എന്ത് പറയും? ഈ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ സന്ദേശം എന്താണ്? ആഗോള അയ്യപ്പ സംഗമം കൊണ്ട് എന്താണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത് എന്ന് വളരെ വ്യക്തമായി പറഞ്ഞു. വേണമെങ്കിൽ ഇനിയും പറയാം. ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ദയവ് ചെയ്ത് ഇതിപ്പോ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. 2 മാസം മുമ്പാണ് മധുരയിൽ മുരുക സമ്മേളനം നിങ്ങൾ തന്നെ വിളിച്ചു ചേർത്തത്. നിങ്ങളാണ് ഇത് ചെയ്യാം, മറ്റാരും ഇത് ചെയ്തുകൂടാ. ഹൈന്ദവരുടെ എല്ലാം മൊത്തത്തിലുള്ള അവകാശം, ആ അവകാശം ഏറ്റെടുക്കാൻ ഒരു കാലത്തും RSS പരിശ്രമിക്കേണ്ടതില്ല. കേരളത്തിലെ RSS എന്ന് പറയുന്നത് ഹൈന്ദവ സമൂഹത്തിന്റെ ഒരു ചെറിയ ന്യൂനപക്ഷത്തിലെ ആളുകൾ മാത്രമാണുള്ളത്. അതിന്റെ എത്രയോ ഇരട്ടി ആളുകൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങൾ ഇപ്പോ ഈ ഉദ്ദേശശുദ്ധി, ഞങ്ങളുടെ ലക്ഷ്യം, ആ ലക്ഷ്യം തകർത്ത്
നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും ലാഭം ഉണ്ടാക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. ഇവിടെ ഗവൺമെന്റിന്റെ ഉദ്ദേശം, ഞങ്ങളുടെ ഉദ്ദേശം വളരെ വ്യക്തമാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന അയ്യപ്പ ഭക്തർക്ക് അവരുടെ അഭിപ്രായങ്ങൾ കൂട്ടി ചേർത്തുകൊണ്ടുള്ള ഒരു ഡെവലപ്മെന്റ് ശബരിമലയിൽ ഒരുക്കുക. അതിന്റെ മാസ്റ്റർ പ്ലാൻ ഞങ്ങൾ തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു. ആ മാസ്റ്റർ പ്ലാനിൽ നിങ്ങളുടെ അയ്യപ്പ ഭക്തരുടെ അഭിപ്രായങ്ങൾ കേട്ട് അത് സമ്പൂർണമാക്കണം. അതോടൊപ്പം തന്നെ ശബരിമലയുടെ പ്രാധാന്യം, തത്വമസിയുടെ പ്രാധാന്യം, സർവമത സമഭാവനയുടെ സന്ദേശം അത് ലോകത്താകെ പ്രചരിപ്പിക്കണം. അതിനെന്താ നിങ്ങൾ ബേജാറാവുന്നതിന്റെ കാര്യം എന്താ? ആ സന്ദേശം ലോകത്താകെ പ്രചരിപ്പിക്കുന്നതിനെന്താ നിങ്ങൾ ബേജാറാവേണ്ട ആവശ്യം? ഇപ്പൊ അത് ചോദിക്കുമ്പോ മുസ്ലിം പള്ളികളിൽ, ക്രിസ്ത്യൻ പള്ളികളിലൊക്കെ ഞങ്ങൾ ഈ പറയുന്ന സമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കുമോ എന്നതാണ് മറു ചോദ്യം. അതുപോലെയാണോ ശബരിമല? ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന തീർത്ഥാടകർ അവിടെ എത്തും, ലക്ഷക്കണക്ക്. അതൊരു കാനന ക്ഷേത്രമാണ്. അത് ഘട്ടം ഘട്ടമായി അത് ഡെവലപ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശബരിമല ഉള്ള കാലത്ത് തന്നെ ശബരിമലയിൽ ഈ പറയുന്ന പ്രശ്നങ്ങളും ക്യൂവും എല്ലാം ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം പരിഹരിക്കപ്പെട്ട ഒരു തീർത്ഥാടന കാലമാണ് കഴിഞ്ഞ വർഷം കഴിഞ്ഞു പോയത്. ആ അനുഭവത്തിന്റെ കൂടി അടിസ്ഥാനത്തിൽ അതൊരു ദിവസം കൊണ്ടുണ്ടായതല്ല, ഘട്ടം ഘട്ടമായി നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികളുടെ ഭാഗമായിട്ടാണ്. ഇപ്പൊ കിഫ്ബിയിലൂടെ അവിടെ ധാരാളം ഡെവലപ്മെന്റുകൾ കൊണ്ടുവരികയാണ്. അതിനെല്ലാം അയ്യപ്പ ഭക്തരുടെ നിർദ്ദേശങ്ങൾ കേൾക്കണം, അയ്യപ്പ ഭക്തരുടെ അഭിപ്രായങ്ങൾ അറിയണം. അങ്ങനെ നമുക്ക് ശബരിമലയിൽ ശാശ്വതമായി ഈ തീർത്ഥാടകർക്ക് സുഗമമായ ഒരു തീർത്ഥാടന കാലങ്ങൾ ഒരുക്കണം. ഇതെല്ലാമാണ് നമ്മുടെ ലക്ഷ്യം. ശരി, സർക്കാരിന്റെ ലക്ഷ്യങ്ങൾ എന്താണ് എന്നത് വിശദീകരിച്ചു. നമുക്കൊരു അത്യാവശ്യമായ ഒരു ഇടവേളയിലേക്ക് പോകേണ്ടത് കൊണ്ട് ഇടപെടുകയാണ് ശ്രീ ജനീഷ് കുമാർ. ഇടവേളയ്ക്ക് ശേഷം ഞാൻ തിരിച്ചെത്താം മറ്റതിഥികളിലേക്ക്. എന്തു പറ്റി നമ്മുടെ നാടിന് എന്ന് ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ യുവതലമുറ തെരുവുകളിൽ കാട്ടിക്കൂട്ടുന്നത്? കൊല്ലാൻ പോലും മടികാട്ടാത്ത ഇവർ സ്വബോധത്താൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല. നാടിന്റെ അഭിമാനമായി വളരേണ്ട യുവത്വത്തെ ഇങ്ങനെ പോകാൻ അനുവദിച്ചുകൂടാ. നമ്മൾ ഓരോരുത്തരും മാതാപിതാക്കൾ കൂടിയാണ്. നേർവഴിക്ക് നടത്താൻ, തെറ്റുകൾ പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഇപ്പോഴത്തെ അക്രമ സംഭവങ്ങളിൽ 99% ലഹരിയുടെ, പ്രത്യേകിച്ച് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്ന ഡ്രഗ്സിന്റെ ഉപയോഗമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് നിസ്സാരമല്ല. കണ്ടില്ലെന്ന് നടിക്കാൻ ആർക്കുമാവില്ല. ജീവിതം ഒട്ടേറെ ബാക്കിയുണ്ടെന്ന് യുവതലമുറ മനസ്സിലാക്കണം. സ്നേഹിക്കാൻ, സർഗാത്മകത, ലഹരിയുടെ സഹായമില്ലാതെ വളർത്താൻ അവർക്ക് കഴിയണം. നിയമത്തിന്റെ ശക്തി അവരെ ബോധ്യപ്പെടുത്തണം. സേ നോ ടു ഡ്രഗ്സ്, എ ബിഗ് യെസ് ടു ലൈഫ്. പെരുകുന്ന കുറ്റകൃത്യങ്ങളുടെ വാർത്തകൾ എല്ലാ ദിവസവും വായിച്ച് തളരുന്ന കാലമാണ് മാധ്യമപ്രവർത്തക എന്ന രീതിയിൽ ഇപ്പോൾ. അതിൽ മിക്കതിലും കാരണം ലഹരിയാണെന്നും പ്രതികളാകുന്നതും ഇരകളാകുന്നതും പുതിയ തലമുറയിലെ കുട്ടികളാണെന്ന് കൂടി പറയേണ്ടി വരുമ്പോൾ രക്ഷാകർത്താവ് എന്ന നിലയിൽ സമാധാനം പോലും കെട്ടുപോകുന്ന സമയമാണ്. ആരെയാണ് തിരുത്തുക? ആരെയാണ് നന്നാക്കുക? ഈ പുതിയ തലമുറയാണോ അതോ അവർക്ക് മാതൃകയാകേണ്ട നമ്മളെ തന്നെയാണോ? 4ാമത്തെ പെഗ്ഗിൽ ഐസ് ക്യൂബ് വീഴുമ്പോൾ ഞാൻ എവിടെ എത്തുമെന്ന് പറയുന്ന നായകനെ വേണ്ട എന്ന് പറയാൻ ഒരിക്കലും നമുക്ക് കഴിഞ്ഞിട്ടില്ല. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും എഴുന്നേറ്റ് വരാൻ ലഹരി ഒപ്പം വേണമെന്നും വിഷമത്തിലും സന്തോഷത്തിലുമെല്ലാം ലഹരി കൂടെ ഉണ്ടാകണം എന്ന് പറഞ്ഞ തലമുറയാണ് നമ്മുടേത്. ലഹരിക്ക് കുടുംബ സദസ്സുകളിൽ ഉണ്ടായിരുന്ന ടാബു പോലും തുടച്ചു കളഞ്ഞ തലമുറയാണ് നമ്മുടേത്. അച്ഛനും അമ്മയും കുട്ടികളുടെ മുന്നിലിരുന്ന് മദ്യപിക്കുന്ന കാലത്ത് ഇതിലും വലിയ ലഹരിയിലേക്ക് കടക്കരുതെന്ന് കുട്ടികളോട് ആ രക്ഷിതാക്കൾക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുക? നോക്കൂ, കൈവിട്ടു പോകുന്നത് നമുക്കാണ്. അതിന്റെ വലിയ വിപത്ത് അനുഭവിക്കുന്നത് പുതിയ തലമുറയും. ലഹരിക്ക് അടിമയാകാതിരിക്കൂ, സ്വതന്ത്രരാകൂ. ലിവ് ഫ്രീ, ലിവ് ഡ്രഗ് ഫ്രീ. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്?
അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ട്. അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കും കഴിയേണ്ടതല്ലേ? അവരെ കേൾക്കാൻ, അവരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് മാത്രമേ കഴിയൂ. വീണ്ടും ചർച്ചയിലേക്ക് ശ്രീ രാഹുൽ ഈശ്വർ, നമുക്കറിയാം ഈ ആഗോള സംഗമം അത് ശബരിമലയെ ആഗോള ശ്രദ്ധയിലേക്ക് ഉയർത്തുന്നു, തത്വമസി എന്ന ആശയം ലോകത്തിന് പരിചയപ്പെടുത്തുന്നു, തുടങ്ങി പല കാര്യങ്ങൾ സർക്കാർ പറയുന്നുണ്ട്. എങ്കിൽ പോലും തീർച്ചയായും അതിലൊരു രാഷ്ട്രീയ എലമെന്റ് കൂടി ഉണ്ട് എന്നത് നമുക്ക് മനസ്സിലാകും. യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച നിലപാടുകൾ ഉണ്ടാക്കിയ രാഷ്ട്രീയ തിരിച്ചടി, അതിനുള്ള ഒരു ഡാമേജ് കൺട്രോൾ എന്ന നിലയിൽ സർക്കാർ പല കാര്യങ്ങളും ചെയ്തു വരികയാണ്. നമുക്ക് അതിനുശേഷം തന്നെ CPM വീടുകൾ കയറി കാര്യങ്ങൾ വിശദീകരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ മറ്റൊരു തെരഞ്ഞെടുപ്പ് കാലം മുന്നിൽ നിൽക്കുമ്പോൾ ആ ഡാമേജ് കൺട്രോൾ എന്നത് സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടുകൂടിയാണ് എങ്കിൽ പോലും സർക്കാർ ഇങ്ങനെ ഒരു സമീപനം സ്വീകരിക്കുന്നതിനെ നിങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അത് സമൂഹത്തിന്, ഹിന്ദു സമൂഹത്തിന് നല്ലതായി വരട്ടെ എന്നൊരു മനോഭാവമാണോ രാഹുലിനുള്ളത്? അങ്ങനെയല്ലേ എടുക്കാൻ കഴിയൂ. ഒരു പാർട്ടിയുടെ ഭാഗത്ത് നിൽക്കുമ്പോൾ ആൾക്കാർക്ക് പാർട്ടിയുടേതായ സ്റ്റാൻഡ് എടുക്കാം. ഇപ്പൊ NSSനോ SNDPക്കോ ഈ പ്രകടമായ രാഷ്ട്രീയമൊന്നും ഇല്ലാത്ത ഞങ്ങളടക്കം ഉള്ളവർക്ക് സർക്കാർ ഏപ്പ സംഘടന നടത്തുന്ന തെറ്റാന്ന് പറയാൻ പറ്റൂ. അപ്പൊ നടത്തുക, അതിലെല്ലാരെയും വിളിക്കുക, അങ്ങനെ ഒരു പൊസിഷനല്ലേ എടുക്കാൻ പറ്റൂ. അപ്പൊ എല്ലാരെയും കൂടെ കൂട്ടുക, കുമ്മനഞ്ചേട്ടനെ അടക്കമുള്ളവരെ വിളിക്കുക, എല്ലാരെയും വിളിച്ച് അങ്ങനെ യോജിപ്പുള്ള ഒരു സംഗമം നടത്തുക എന്നുള്ളതല്ലേ നമുക്ക് പറയാൻ പറ്റൂ. ഇപ്പൊ ജനേഷ് സാർ പറഞ്ഞാൽ 2-3 യോജിപ്പുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഞങ്ങൾ തന്നെ ന്യൂസ് 18 തന്നെ എത്രയോ വർഷം ചർച്ച ചെയ്തിരിക്കുന്നുണ്ട്. ശബരിമലയുടെ അടിസ്ഥാന സങ്കല്പം അയ്യപ്പനും വാവരും ഒക്കെയാണ്. അപ്പം വാവരല്ല, വാവര് മുസ്ലിം അല്ല, വാവര് വേറൊരാളാണെന്ന് പറഞ്ഞ് വ്യാജ പ്രചാരണങ്ങളൊക്കെ വലിയ രീതിയിൽ ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ ക്ലാരിറ്റിയോടുകൂടി ദൈവം കൂടി എന്ന തിരിച്ചറി ചെയ്യാൻ പറ്റും. അങ്ങനെ ഉണ്ട് സാർ, അങ്ങനെ ഹൈക്കോടതി വിധിയുണ്ട്, അങ്ങനെ ചരിത്രത്തിൽ രേഖയുണ്ട്, 17-ാം നൂറ്റാണ്ടിലുള്ള പട്ടയങ്ങളുണ്ട്, നൂറ്റാണ്ടുകൾ മുമ്പത്തെ പുസ്തകങ്ങളുണ്ട്. ഞാൻ പറഞ്ഞോട്ടെ, പ്രിന്റു എന്റെ സമയമല്ലേ? അല്ലല്ല, പ്രിന്റു എന്റെ സമയമല്ലേ? രാഹുൽ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. ഇനി പ്രിന്റുവിന് അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ കുമ്മനഞ്ചേട്ടനോട് ചോദിച്ചാൽ മതി. കുമ്മനഞ്ചേട്ടൻ ഹിന്ദു ഐക്യവേദിയിൽ അധ്യക്ഷനായിരുന്നപ്പോ എന്നെയും കൂടെ വിളിച്ച് ഞങ്ങൾ വാവൂരുപള്ളിയിൽ ഒരു പരിപാടി നടത്തിയിട്ടുണ്ട്. ശരി, പറഞ്ഞോട്ടെ. അതുകൊണ്ട് അയ്യപ്പന്റെ ആത്മസുഹൃത്താണ് വാവർ. വാവരല്ലെന്നും വാവൂരിനാണെന്നും പച്ച കള്ളം പറഞ്ഞ് അയ്യപ്പ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം ഒരു സൈഡിൽ വർക്കുണ്ട്. എല്ലാവരും ചെയ്തു പറയുന്നില്ല. അപ്പം പിന്നീട് പ്രിന്റുവിന്റെ അവസരത്തിൽ പറയാം. അദ്ദേഹം പറഞ്ഞു പൂർത്തിയാക്കട്ടെ, 10 മിനിറ്റേ ഉള്ളൂ. അയ്യപ്പൻ നമ്മുടെ ഭാരതത്തിന്റെ ബഹുസ്വരതയും അല്ലെങ്കിൽ ആർഷഭാര സംസ്കാരത്തിന്റെ മതസൗഹാർദ്ദത്തിന്റെയും ദൈവമാണ് എന്ന സങ്കല്പമൊക്കെ ലോകത്തിന് ആവശ്യമാണ്. അത് അങ്ങനെ തന്നെ വേണം. കാര്യം അതിന്റെ ചരിത്രപരമായ രേഖകളുണ്ട്, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി അടക്കമുള്ള കാര്യങ്ങളുണ്ട്. എന്തിനേറെ പണ്ട് BJPയുടെ ഇന്റലക്ച്വൽ സെൽ ഹെഡായ ശ്രീ TG മോഹൻദാസ് ഹൈക്കോടതിയിലേക്ക് പോയി ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ശബരിമലയിൽ വരരുത് എന്ന് പറഞ്ഞൊരു ഹൈക്കോടതിയെ സമീപിക്കുകയുണ്ടായി. അതിനെ എതിർത്ത് ഞാൻ കോടതിയിൽ പോയതാണ്. ഹൈക്കോടതി ബഹുമാനപ്പെട്ട ഹൈക്കോടതി ശ്രീ TG മോഹൻദാസിനോട് എന്താ പറയുക രോഷവും പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു വിഷയത്തിൽ. അപ്പോൾ ശബരിമലയുടെ ബഹുസ്വരത വലുതാണ്, അത് ഹൈലൈറ്റ് ചെയ്യുന്നത് നല്ലതാണ്. പക്ഷെ ഒരേ ഒരു റിക്വസ്റ്റേ ഉള്ളൂ, എല്ലാവരെയും കൂടി ഇൻക്ലൂസീവായി, അതാ പറഞ്ഞത് ഡീറ്റെയിൽസ് ഇല്ല എന്നൊക്കെ പറയാൻ കഴിയില്ല, ഹിന്ദുത്വ പ്രസ്ഥാനങ്ങളെ അടക്കമുള്ളവരെ വിളിക്കുകയും എല്ലാവരെയും കൂടി ഇൻക്ലൂസീവായ ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് നല്ലതാണ്. നേരത്തെ ശ്രീ ദിനേഷിനോട് പറഞ്ഞത് എന്റെ ആശങ്കയല്ല, ചില ആൾക്കാർ അങ്ങനെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഓൾറെഡി ക്യാമ്പയിൻ തുടങ്ങിയിട്ടുണ്ട്. ശബരിമലയെ ഇകഴ്ത്തി കാണിക്കാൻ ശ്രമിച്ച തീവ്ര എന്താ പറയുക ഫെമിനിസ്റ്റ് ആക്ടിവിസ്റ്റുകൾ ഓൾറെഡി കടകംപള്ളി സാറ് പോലും ആക്ടിവിസ്റ്റുകൾ എന്ന് വിളിച്ച ചില ആൾക്കാർ തുടങ്ങിയിട്ടുണ്ട്. അതും കൂടി അദ്ദേഹം ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. കാര്യം ഇന്നല്ലെങ്കിൽ നാളെ ആ ചോദ്യം അദ്ദേഹത്തിന് മുമ്പിലും മിനിസ്ട്രിക്ക് മുമ്പിലും വരികയും ചെയ്യും. ശരി, ശ്രീ പ്രിന്റു മഹാദേവ്, ഇവിടെ ഹിന്ദു സമുദായത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്തം നിങ്ങൾ ഏറ്റെടുക്കേണ്ട എന്ന് നേരത്തെ തന്നെ KU ജനീഷ് കുമാർ പറഞ്ഞു. അത് ആവർത്തിച്ച് BJP നേതാക്കളോട് പല ചർച്ചകളിലും പറയേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. നോക്കൂ, അവിടെ ആചാരം ലംഘിക്കാൻ പറ്റില്ല, കാലാകാലങ്ങളായി വരുന്ന ആചാരമാണ്. സുപ്രീം കോടതി വിധി ഉണ്ടായാലും സ്ത്രീകളെ കേറ്റില്ല എന്ന് പറഞ്ഞവർ വാവരുമായിട്ടുള്ള ബന്ധം അയ്യപ്പന്റേത് എന്തായിരുന്നു എന്ന് സംശയം ഉന്നയിക്കുകയാണ്. അതിന് കാലാകാലങ്ങളായി അവിടെ തുടർന്നു വരുന്ന ഐതിഹ്യവും അയ്യപ്പ ഭക്തൻ എന്ന് സ്വയം അവകാശപ്പെടുന്ന രാഹുൽ ഈശ്വറിനെ പോലെയുള്ളവർ പറയുന്നതൊന്നും മുഖവിലക്കെടുക്കുന്നില്ല. വാവർ പള്ളി അയ്യപ്പൻ അവിടുന്ന് ഇറങ്ങിപ്പോവേണ്ടി വരും, വഖഫ് ഏറ്റെടുക്കും എന്നൊക്കെ ഇങ്ങനെ വിദ്വേഷം പ്രചരിപ്പിക്കുകയാണ്. ഒരു
മതസൗഹാർദ്ദ കൂട്ടായ്മ അല്ലെങ്കിൽ അങ്ങനെ പോലും കേരളത്തിന് ലോകത്തിന് മുന്നിൽ വെക്കാൻ പറ്റുന്ന ശബരിമല എന്ന ക്ഷേത്രത്തിൽ എങ്ങനെ വിഭാഗീയത കൊണ്ടുവരാം, വർഗീയത കൊണ്ടുവരാം, തമ്മിലടിപ്പിക്കാമെന്ന് നോക്കിയിരിക്കുകയാണ്. അത് ജനങ്ങൾ തിരിച്ചറിയും. ആ ഒരു അവസരം മറ്റു രാഷ്ട്രീയ പാർട്ടികൾ ഉപകാരപ്പെടുന്ന വിധം ഉപയോഗപ്പെടുത്തും. ആ ഒരു ഭയം കൂടി നിങ്ങൾക്കുണ്ടോ? ഇപ്പോൾ ഈ അയ്യപ്പ സംഗമത്തിനെതിരെ രംഗത്ത് വരുമ്പോൾ നിങ്ങളെ കള്ളക്കഥകൾ ജനങ്ങൾ ഇനി വിശ്വസിക്കില്ല എന്ന ഒരു സാഹചര്യം കൂടി നിങ്ങൾ മുന്നിൽ കാണുന്നുണ്ടോ? ഞങ്ങളുടെ കള്ളത്തരമല്ല, മതേതര സർക്കാർ എന്ന് മേലിൽ നടിച്ചുകൊണ്ട് ഇവിടുത്തെ ശബരിമല വിശ്വാസികളെ ആചാരങ്ങളെ തകർത്തത് ഇവിടുത്തെ മതേതര ഗവൺമെന്റാണ്. ആ മതേതര ഗവൺമെന്റ് പ്രവർത്തിച്ചപ്പോൾ ഹിന്ദുക്കളുടെ സംരക്ഷകരായി വരാൻ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ മാത്രമേ ആധാർ സംരക്ഷകരായിട്ട് ഉണ്ടായിട്ടുള്ളൂ. അവിടുത്തെ കാലാകാലങ്ങളായി നടക്കുന്ന ക്ഷേത്രത്തിന്റെ ആചാരവുമായി ബന്ധപ്പെട്ട് തന്നെയല്ലോ ഈ വാവരസ്വാമിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. പുതിയ ചരിത്രം രചിക്കുന്നത് എന്തിനാണ്? അവിടെ വർഗീയമായിട്ടുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് ആരാണ് ശ്രീ പിന്റു? അതിനകത്ത് ഞങ്ങൾക്കൊരു സംശയവുമില്ല. പിന്നെ ഇവിടെ മതേതരത്വ പാരമ്പര്യം പറയാൻ ഈ ജനീഷ് കുമാർ എന്താ അർഹത? ഗുരുവായൂർ അമ്പലത്തിൽ പോയി തൊഴുന്നതിന് വിശദീകരണം ചോദിച്ച പാർട്ടിയുടെ MLA ആണ് അദ്ദേഹം. ഗുരുവായൂർ അമ്പലത്തിൽ പോയി തൊഴുന്നതിന് അതിപ്പോ വലിയ ഹൈന്ദവ വിശ്വാസത്തെ കുറിച്ച് പറയുന്നു. ആരാണ് നിങ്ങൾ നോക്കണം? ഇവിടത്തെ മുഖ്യധാര ഹൈന്ദവ സംഘടനയിൽപ്പെട്ടിട്ടുള്ള സാമുദായിക സംഘടനയിൽപ്പെട്ടിട്ടുള്ള NSSയോടോ SNDPയോടോ ഇവർ ചർച്ച ചെയ്തിട്ടുണ്ടോ? ഇവിടുത്തെ 90% മണ്ഡലങ്ങളെ ഉൾക്കൊള്ളുന്ന മാർഗദർശക സന്യാസി മണ്ഡലമുണ്ട്. ആ മാർഗദർശക മണ്ഡലത്തിന്റെ പ്രതിനിധിയുമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ടോ? CPM-നും കുറച്ച് അവരെ അനുകൂലിക്കുന്ന ഈ സന്യാസി വര്യന്മാരെയും ചിലപ്പോൾ അതിനകത്ത് രാഹുൽ സാറിന് ഒരു സീറ്റ് കിട്ടുമായിരിക്കും. അങ്ങനെയുള്ള ആളുകൾ വെച്ചുകൊണ്ട് നിങ്ങൾ നടത്തുന്ന വിഷ്ണു ഒരു സംശയം ചോദിച്ചോട്ടെ. അങ്ങനെയല്ലോ നിങ്ങൾ പറഞ്ഞല്ലോ മഹാദേവാണ് നമ്മളോട് സംസാരിക്കുന്നത്. അവിടെ ക്ഷേത്രത്തിൽ തൊഴാനുള്ള അനുമതി കൊടുക്കുന്നത് അല്ല, ഞാനിവിടെ സംസാരിച്ച കൂട്ടത്തില് ഗുരുവായൂർ ക്ഷേത്രത്തിൽ തൊഴുവാൻ പോയപ്പോ പാർട്ടി ഏതോ MLAയോട് വിശദീകരണം ചോദിച്ചു എന്ന് അദ്ദേഹം ജനീഷ് കേൾക്കാമോ? അതെ, ഞാൻ ചോദിച്ചത് കേൾക്കാമോ? ഞാൻ ഇപ്പോൾ കേൾക്കാം, പറഞ്ഞോളൂ. ഇവിടെ അദ്ദേഹം സംസാരിച്ച കൂട്ടത്തിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയതിന്റെ പേരിൽ CPM-ന്റെ MLAയോട് വിശദീകരണം ചോദിച്ചു. അത് ഏത് MLAയോടാണ് വിശദീകരണം ചോദിച്ചത് എന്ന് അദ്ദേഹത്തിന് വ്യക്തമാക്കാൻ കഴിയുമോ? അങ്ങ് വിശ്വാസിയാണ് സാർ. എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. അങ്ങൊരു അയ്യപ്പ നമുക്ക് 5 മിനിറ്റേ ഉള്ളൂ. പ്രിന്റു പെട്ടെന്ന് ചോദ്യത്തിന് മറുപടി. നിങ്ങളിവിടെ ചർച്ചയിൽ വന്ന് പറഞ്ഞതാണ് CPM-ന്റെ MLAയോട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയതിന്റെ പേരിൽ പാർട്ടി വിശദീകരണം ചോദിച്ചു. ഞാൻ ചോദിച്ചത് അത് ഏത് MLAയോടാണ് വിശദീകരണം ചോദിച്ചത്? നിങ്ങൾ ഇപ്പൊ തൊട്ടു മുമ്പ് പറഞ്ഞതാണ്. അത് നിങ്ങൾ പറയേണ്ടത് എവിടെയാണെന്നറിയാമോ? അത് നിങ്ങളുടെ കമ്മിറ്റികളിൽ നിങ്ങൾ പറയണം. ഇതേപോലെ ഫോറത്തിൽ വന്ന് പറയുകയാണെങ്കിൽ അതിന്റെ വസ്തുത പറയണം. ഏത് MLAയോടാണ് വിശദീകരണം CPIM ചോദിച്ചിട്ടുള്ളത്? നിങ്ങളുടെ പാർട്ടി പ്രതിനിധിയോട് ഗണപതി ഹോമം നടത്തണമെന്ന് നിങ്ങളുടെ പാലക്കാട് പ്രീണത്തിലൊക്കെ പറയുന്നത് സർക്കാരാണ്, പാർട്ടിയാണ് നിങ്ങളുടേത്. നിങ്ങളുടെ പാലക്കാട് പ്രീണത്തിന്റെ രേഖയിലെ പ്രധാനപ്പെട്ട കാര്യം എന്തായിരുന്നു? ആചാരങ്ങളിലേക്കും കടകംപള്ളി സുരേന്ദ്രൻ സാറിനെതിരെ ആരോപണം വന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ പ്രിന്റ് പറയാൻ ഉദ്ദേശിച്ചത്. കടകംപള്ളി സുരേന്ദ്രൻ സാറിനെതിരെ അങ്ങനെ പാർട്ടി സെൻഷർ ചെയ്തു എന്നൊരു വാർത്ത ഉണ്ടായിരുന്നു. അതായിരിക്കും ഒരു പക്ഷേ ഉദ്ദേശിച്ചത്. ശരിയല്ലെങ്കിൽ ഞങ്ങൾക്ക് തിരുത്താം. അപ്പോ എന്റെ സമയമാണ്. അത് അങ്ങ് ഇടപെട്ടുകൊണ്ട് ഞാനൊന്ന് പറയട്ടെ, ഞാനൊന്ന് അവസാനിപ്പിക്കട്ടെ. അത് ഈ ജനീഷ് കുമാർ പറഞ്ഞ 3000 പ്രതിനിധികളുണ്ടല്ലോ, ഈ 3000 അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ 3000 പ്രതിനിധികൾക്ക് ഞങ്ങൾ അവിടെ തൊഴാനുള്ള അവസരം ഒരുക്കുമെന്ന്. അതിൽ തന്നെ വലിയ അപകടമുണ്ട്. ആരാണ് ഈ 3000 പ്രതിനിധികൾ? ഈ 3000 പ്രതിനിധികൾ അയ്യപ്പ ഭക്തരാണെന്ന് എന്താണ് ഉറപ്പ്? അവരവിടുത്തെ ആചാരങ്ങളും മനുഷ്യാചാരങ്ങളും പാലിച്ചുകൊണ്ടാണ് അവർക്ക് പ്രതിനിധികളായി വരിക എന്നുള്ളത് എന്താണ് ഉറപ്പ്? നിങ്ങൾ ടൂറിസത്തിന്റെ ആഗോള ഹമ്പാക്കിയിട്ട് ശബരിമലയെ മാറ്റാനുള്ള ശ്രമമാണ്. നിങ്ങൾ അത് ശബരിമലയല്ലേ ഏറ്റെടുക്കേണ്ടത്? നിങ്ങൾ കോൺഗ്രസ് സെലക്ട് ചെയ്യൂ, നിങ്ങൾ മൂന്നാറിനെ സെലക്ട് ചെയ്യൂ. അങ്ങനെ കേരളത്തിലെ പ്രകൃതി രമണീയമായിട്ട് ഇനി അദ്ദേഹം പറഞ്ഞു തീർക്കട്ടെ. ശ്രീ ജനീഷ് 2 മിനിറ്റ് മാത്രമേ നമുക്ക് അവശേഷിക്കുന്നുള്ളൂ. അദ്ദേഹത്തിന് മറുപടി. അല്ല, മുമ്പേ ഞാൻ പറഞ്ഞ RSS കേരളത്തിലെ ഹൈന്ദവരുടെ അറ്റിപ്പേർ അവകാശം ഏറ്റെടുക്കേണ്ട എന്ന് പറയുന്നത് പോലെ RSS കേരളത്തിലെ വിശ്വാസികളുടെ ശരി, വിശ്വാസികളുടെ അട്ടിപ്പേർ അവകാശവും ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അയ്യപ്പ വിശ്വാസികളല്ല. അയ്യപ്പ വിശ്വാസികളാണെങ്കിൽ ഒരിക്കലും തിരുവാഭരണം എടുത്ത് വലിച്ചെറിയില്ല.
ആ തിരുവാഭരണം എടുത്ത് വലിച്ചെറിഞ്ഞ് അതിന് കൊടുത്ത പാരിതോഷികമാണ് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം. ഇരുമുടിക്കട്ട അത് വലിച്ചെറിഞ്ഞതിന് കൊടുത്ത പാരിതോഷികമാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷന്റെ പദവി. അത് കേരളത്തിൽ ഒരു അയ്യപ്പ ഭക്തനും ചെയ്യാൻ കഴിയില്ല. ഇരുമുടിക്കെട്ടെടുത്ത് വലിച്ചെറിയാൻ സ്ത്രീകളെ കടത്തിക്കൊണ്ടുപോയത് നിങ്ങളുടെ പോലീസാണ്. അതിൽ കൂട്ടുന്ന അന്നത്തെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആയിരുന്നു. അല്ല, പോലീസ് അല്ല ഞാൻ പറഞ്ഞത്. ഒരു അയ്യപ്പ ഭക്തനെ സംബന്ധിച്ചിടത്തോളം, അയ്യപ്പ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രമാണ് ഇരുമുടിക്കെട്ടിന് കൊടുക്കുന്ന പ്രാധാന്യം. ആ ഇരുമുടിക്കെട്ടെടുത്ത് വലിച്ചെറിഞ്ഞില്ലേ? വലിച്ചെറിഞ്ഞതിന്റെ പിറ്റേ മാസം നിങ്ങൾ ആളിനെ സംസ്ഥാന പ്രസിഡന്റ് ആക്കിയില്ലേ? ആളുടെ സംസ്ഥാന പ്രസിഡന്റ് ആക്കിയില്ലേ? രാഹുൽ ഇവിടെ പറഞ്ഞല്ലോ, ശബരിമല സ്ത്രീ പ്രവേശനം വന്നപ്പോൾ ആദ്യം ആ നേതാവാണ് പറഞ്ഞത്. സ്ത്രീകൾ പോകണമെന്ന് ആ നേതാവാ പറഞ്ഞത്. പിന്നെ ഇവിടെ ഈ ചർച്ചയിൽ നിന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം ഇനി ആരാണ് ഇതിൽ പങ്കെടുക്കുന്നത് എന്ന സംശയമാണെങ്കിൽ ഞാൻ ആദ്യമേ പറഞ്ഞു, ഇത് ഞങ്ങൾ മാത്രം തീരുമാനിച്ചതല്ല, ദേവസ്വം ബോർഡോ സംസ്ഥാന ഗവൺമെന്റോ മാത്രം തീരുമാനിച്ചതല്ല. അയ്യപ്പനുമായി ശബരിമലയുമായി ബന്ധമുള്ള എല്ലാ സംഘടനാ ഭാരവാഹികൾ അവര് കൂടി ഇരുന്ന് യോഗം ചേർന്നാണ് തീരുമാനിച്ചത്. ശ്രീ ജനീഷ് കുമാർ, ബേബി, താങ്കൾക്ക് അവസരം കുറവായിരുന്നു. ഇപ്പോ സർക്കാർ 3000 പ്രതിനിധികളെ പങ്കെടുപ്പിക്കുന്നു. എന്തായാലും ഇതൊരു ഡാമേജ് കൺട്രോൾ ആണ്. അവിടെ ഇനി മറ്റ് വിവാദം ഉണ്ടാക്കുന്ന നടപടികളിലേക്ക് സർക്കാർ പോകുമെന്ന് എന്തായാലും ഞാൻ കരുതുന്നില്ല. അപ്പോൾ എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു കാര്യമായിരിക്കും ഒരുപക്ഷെ നടക്കാൻ പോവുക. കോൺഗ്രസ് ഇതിന്റെ ഭാഗമാകുമോ നിങ്ങൾക്ക് ക്ഷണമുണ്ടെങ്കിൽ? എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ. ശബരിമല എന്ന് പറയുന്നത് മലയാളികളുടെ മൊത്തം ലോകത്തെമ്പാടുമുള്ള ശബരിമല ഭക്തരുടെ ഒരു വിശ്വാസമെതിരാണ്. ആ വിശ്വാസത്തെ രാഷ്ട്രീയവൽക്കരിക്കാൻ വേണ്ടി ആരും ശ്രമിക്കരുത്. വിശ്വാസികൾക്ക് വിട്ടുകൊടുക്കുക. ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അവിടുത്തെ വിശ്വാസികൾ തീരുമാനിക്കട്ടെ. മറ്റാരും പുറത്തുനിന്നുള്ളവരെ ഹൈക്കോടതിയിലേക്ക് എത്ര ഉത്തരവുകൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. സർക്കാരിന്റെ പോകുന്നത് അത്ര പറയും. ഏത് സർക്കാർ ആയിക്കോട്ടെ, കോൺഗ്രസ് സഹകരിക്കുമോ ഇല്ലയോ? ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കാനാണെങ്കിൽ ഞങ്ങൾ ശക്തമായി എതിർക്കും. ഇവിടുത്തെ സർക്കാരിന്റെ നീക്കം മുഴുവൻ ഇതിനെ കാണിച്ച് 2 വോട്ട് പിടിക്കുക എന്നുള്ളതാണ്. ഞങ്ങൾ അതിനെ ശക്തമായി ഇതിനെ പൊളിച്ചു കാണിക്കും. ഇവരുടെ ഹിഡൻ അജണ്ടകൾ, ഈ ആത്മത്തോലിട്ടാണ് അണിഞ്ഞ ഈ പറയുന്ന ചെന്നായ്ക്കളുടെ തന്ത്രങ്ങളെ ഞങ്ങൾ പൊളിച്ചു കാണിക്കും. അതിനുള്ള ക്യാമ്പയിൻ ഞങ്ങൾ മുന്നോട്ട് പോകും. അല്ല, പ്രിന്റു ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ഇന്നും ശബരിമല യുവതികളെ കയറ്റണമെന്ന് അഭിപ്രായമുള്ള 2 പേരേ ഉള്ളൂ. ഒന്ന് ഹിന്ദു ഐക്യയുടെ RV ബാബു ചേട്ടൻ, 2 ശ്രീ TG മോഹൻദാസ്. അതും കൂടെ മറക്കരുത്. നമ്മുടെ വാവരും കൂടി നമ്മുടെ ആചാരത്തിന്റെ ഭാഗമാണെന്ന് പ്രിന്റു സമ്മതിക്കുകയാണെങ്കിൽ എല്ലാം കറക്റ്റായിട്ട് പോകും. ഇതിന്റെ പ്രശ്നം ഈ മുസ്ലിങ്ങളോടുള്ള വിരോധം കാരണം അയ്യപ്പന്റെ സുഹൃത്തായ വാവരെ പോലും നമ്മൾ എതിർക്കുന്ന ഒരു കൾച്ചർ വേണ്ട. പകരം എല്ലാരെയും ഒരുമിച്ച് മൂന്നാമത്തെ ചോദ്യമായി നിങ്ങൾ ശബരിമലയിൽ നടത്തുന്നുണ്ട്. ഇനി മുസ്ലിം ആരാധനാലയങ്ങളിലും ക്രൈസ്തവ ആരാധനാലയങ്ങളിലും ഇത് നടത്തുമോ? അതും സംശയമാണ്. കാരണം ഞങ്ങളുടെ നടത്തിയാലും വേറെ ആരുടെ നടത്തരുത് എന്നൊരു ഉദ്ദേശവും കൂടി ഇതിന് പിന്നിലുണ്ട്. സർക്കാർ അങ്ങനെ മതനിരപേക്ഷമാകണം എന്ന ഒരു ഉദ്ദേശവും കൂടി ഉണ്ടെന്ന് തോന്നുന്നു. അതും സംശയത്തിലും ക്വസ്റ്റ്യനിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. വരും ദിവസങ്ങളിൽ സുവർണാവസരം പ്രയോജനപ്പെടുത്താനുള്ള നീക്കം ഇനിയും ഉണ്ടാകുമായിരിക്കും. സർക്കാരും അതിൽ നടപടികളും വിശദീകരണങ്ങളും നൽകുമായിരിക്കും. അപ്പോൾ വീണ്ടും ഇനി ഈ വിഷയം ചർച്ച ചെയ്യേണ്ടി വരുന്ന സാഹചര്യമായിരിക്കും. നമുക്ക് കാത്തിരിക്കാം എങ്ങനെ കാര്യങ്ങൾ നടക്കുന്നു എന്നതറിയാൻ. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും. ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് at 9 കാണാം.